ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മിനി കെ ഷാജിയാണ്. കർത്താവിന്റെ വേലയോടൊപ്പം അവരായിരിക്കുന്നു. ആ പ്രിയ കർത്താവിന്റെ ദാസിയുടെയും കുടുംബത്തിന്റെയും ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതത്തില് വളരെ ആത്മീക വർധനവിനും കർത്താവിൻ്റെതായ മഹത്വം തിരിച്ചറിയുന്നതിനും കാരണമായി തീരട്ടെ. അവരുടെ അനുഭവം ഷെയർ ചെയ്യുന്നതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ജോയിസ് ടിവിയിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ്. ദേവദാസി സുഖമായിരിക്കുന്നുവോ കർത്താവിൽ? പ്രൈസ് ലോർഡ്. ദേവദാസി സുഖമായിട്ടിരിക്കുന്നു കർത്താവിന്റെ കൃപയാല്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ ഒത്തിരി വിധങ്ങളും വഴികളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയില് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയുമായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് നടത്തിയതായ വിധങ്ങളും വഴികളും അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ ഷെയർ ചെയ്യുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ പരിശുദ്ധാത്മാവ് കൊടുക്കുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന്റെ ജീവിതത്തില് അത് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഓക്കേ, ദേവദാസി എവിടെ നിന്നാണ് ഇപ്പൊ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഞാൻ തിരുവനന്തപുരം ജില്ലയില്, കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയില് പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങള് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ഓക്കെ, പ്രാവച്ചമ്പലം. ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, കർത്താവിന്റെ ദാസിയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ. കുടുംബമായിട്ട് ഞങ്ങള് കർത്താവിന്റെ ദാസൻ, ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ചു. ഇളയ കുഞ്ഞ് MA കഴിഞ്ഞപ്പോൾ BEd കോഴ്സ് പൂർത്തിയായി ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 5 പേരും കർത്താവിന്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ദൈവകൃപയാല്. ഓക്കെ, കർത്താവിന്റെ ദാസി കുടുംബമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനു വേണ്ടി ആത്മീക വർധനവിന് വേണ്ടിയും ഷെയർ ചെയ്താട്ട്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവേളയില് ഈ ജോയിസ് യൂട്യൂബുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ തക്കോണം കർത്താവ് എന്റെ സാക്ഷ്യത്തെ ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ കൂടെ ദൈവം നടത്തിയ അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്. കർത്താവിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുന്നമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവമായ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട് അതിന്റെ സമയങ്ങളിൽ ദൈവം വിളിച്ച് വേർതിരിച്ചു കൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഒരു സാക്ഷിയാണ് എന്റെ ജീവിതം. ഞാൻ കോട്ടയം ജില്ലയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്പം കൂടെ പറഞ്ഞാല് കുരോപ്പട എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മാതാപിതാക്കൾക്ക് 8 മക്കളിൽ 4ാമത്തെ മോളായിട്ട് ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞു, TTC ട്രെയിനിങ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അധ്യാപികയായിട്ട് ആന്ധ്രാപ്രദേശിലുള്ള കടപ്പ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രശസ്തമായ സ്കൂളിലേക്ക് ഞാൻ ജോലിക്കായിട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ തൊട്ട് ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കരം എനിക്ക് സാക്ഷ്യമായി പറയുവാനുണ്ട്. കാരണം ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് 50 ട്രെയിനീസിനെയാണ് അവിടെ ട്രെയിൻ ചെയ്യപ്പെടുവാൻ തക്കോണം. ഓരോ വർഷവും 50 ട്രെയിനീസിനെ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുവാൻ തക്കോണം ഇടയായി തീരും. ആ ട്രെയിനിങ്ങിന് ചെന്ന് ഞാൻ ചേർന്ന ആ സമയത്ത് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ട്രെയിനിങ്ങിന് എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അനുഭവത്തിൽ കൂടെ കടന്നു വന്നു. വളരെയധികം രോഗങ്ങളും ശാരീരിക പ്രതിസന്ധികളും അതുപോലെ തന്നെ
സാമ്പത്തിക പരാധീനതകളും കൊണ്ട് ഈ ട്രെയിനിങ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അനുഭവത്തിലായി തീർന്നു. എന്നാൽ എന്റെ അധ്യാപകർ എനിക്ക് നല്ല ഒരു സപ്പോർട്ടായിരുന്നു. കോട്ടയം ബേക്കർ മെമ്മോറിയലിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ എന്റെ ട്രെയിനിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല ട്രെയിനീസിനെ, ബെസ്റ്റ് ട്രെയിനീസിനെ, 5 ട്രെയിനീസിനെ അവർ തിരഞ്ഞെടുത്ത് ഓരോ സ്കൂളുകാർ ആവശ്യപ്പെടും, അങ്ങനെ ബെസ്റ്റ് ട്രെയിനീസിനെ അവിടേക്ക് അയക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 5 ട്രെയിനീസിനെ തിരഞ്ഞെടുത്തതിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയം നിന്ന് എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഇന്റർവ്യൂവിനായിട്ട് കടന്നു പോകേണ്ടത്. എന്നാൽ അവിടേക്ക് ഇന്റർവ്യൂവിനായിട്ട് കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളിൽ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ കൂടെ വരുവാനുള്ള ആ ഒരു സാഹചര്യം പോലും ഞങ്ങളുടെ ഭവനത്തിലില്ലായിരുന്നു. എന്നെ ത്തിന്റെ കൂടെ ഞങ്ങള് എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ കൂടെയാണ് ഞങ്ങള് താനും തന്റെ പിതാവുമായിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് ഇന്റർവ്യൂവിന് കടന്നുപോയി. എനിക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി എന്റെ സുഹൃത്തുമായി അവരോട് കൂടെ ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ പോകുന്ന സമയത്ത്, ഇന്റർവ്യൂവിന് അടുക്കുന്ന സമയത്തെല്ലാം ഞാൻ ആ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് സഞ്ചാരി നീ കൂടെ വാ, ചേർക്ക നിന്റെ വീട്ടിൽ ഞാൻ എന്നുള്ള പാട്ടിന്റെ ഗാനശകലങ്ങൾ ഞാനിങ്ങനെ പാടുവാൻ തക്കോണം ഇടയായി തീർന്നു. താൻ മാത്രം ആ നേരത്തും എന്നെയാഴം കടത്തും സഞ്ചാരി നീ കൂടെ വാ, ചേർക്ക നിന്നെ വീട്ടിൽ ഞാൻ. ഈ പാട്ട് ഗാനശകലം ഞാൻ പാടിക്കൊണ്ട് താൻ മാത്രം ആ നേരത്തും എന്നെ ആഴം കടത്തും എന്ന് ഞാൻ പാടിക്കൊണ്ട് ആ വാഹനത്തിലിരുന്നു. എനിക്കന്ന് 19. ഒരു മിനിറ്റ്, സിസ്റ്റർ പെന്തക്കോസ്റ്റിലാണോ സിസ്റ്റർ ജനിച്ചു വളർന്നത്? അതെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കടന്നുപോയത്. എന്നാൽ എന്റെ സുഹൃത്തുമായി കടന്നുപോയി അവിടെ ചെന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്തിന് ജോലി ലഭിച്ചില്ല. എനിക്ക് ആ സ്കൂളിൽ, ആന്ധ്രാപ്രദേശിൽ കടപ്പ ഡിസ്ട്രിക്റ്റിലുള്ള ഫേമസ് ആയ ഒരു സ്കൂളിൽ എനിക്ക് ജോലി ലഭിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ 1 വർഷം ജോലി ചെയ്ത് അതിനുശേഷം ഞാൻ നാട്ടിൽ കടന്നു വന്നപ്പോൾ എനിക്കൊരു വിവാഹാലോചന കടന്നു വന്നു. അങ്ങനെ കർത്താവിന്റെ ദാസനുമായുള്ള വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ആ വിവാഹം കഴിഞ്ഞ് എന്നോട് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തിയത് ഞാനൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നതും എന്നെ വിവാഹം കഴിക്കുന്ന വ്യക്തി ഒരു പാസ്റ്റർ ആയിരിക്കുന്നതുമാണ് ദൈവത്തിന്റെ ആലോചന പലതവണയായിട്ട് എന്നോട് അറിയിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ എന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. വിവാഹ അനന്തരം ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെയാണ് ദൈവിക ആലോചന അറിയിച്ചിരിക്കുന്നത്. ഞാനൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നതും എന്നെ വിവാഹം കഴിക്കുന്നയാള് ഒരു പാസ്റ്റർ ആയിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് എന്നോട് ദൈവിക ആലോചന അറിയിച്ചത് എന്ന് ഞാൻ കർത്തൃദാസനോട് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസന്റെ പപ്പ ഒരു പാസ്റ്ററാണ്, IPCയിലെ ഒരു ദൈവദാസനാണ്. ജ്യേഷ്ഠൻ ഇപ്പോഴും നാഗപ്പൂരിലെ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ ആയിട്ടിരിക്കുന്നു. അനിയൻ ഇപ്പോൾ ഇടുക്കി ജില്ലയില് കട്ടപ്പനയില് IPCയിലെ പാസ്റ്റർ ആയിരിക്കുന്നു. അങ്ങനെ സുവിശേഷ വേലയിൽ എല്ലാവരും വ്യാപൃതരായിരിക്കുന്ന ഒരു കുടുംബം. കർത്താവിന്റെ ദാസനും അതുപോലെ തന്നെ സുവിശേഷ വേല ചെയ്യുന്നു, കീബോർഡ് വായിച്ച് മ്യൂസിക് മിനിസ്റ്റർ ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിലെല്ലാം അറിയപ്പെടുന്ന നവജീവൻ ധാര എന്ന് പറയുന്ന ഒരു മ്യൂസിക് ടീമിനോടനുബന്ധിച്ച് ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരുന്നു. സംഗീതവും ഫിലിമും ഉപയോഗിച്ച് ഗ്രാമങ്ങൾ തോറും സുവിശേഷം അറിയിക്കുന്ന ദൗത്യമായിരുന്നു ചെയ്തത്. എന്നാൽ ഈ പാസ്റ്റർ മിനിസ്ട്രി കർത്താവിന്റെ ദാസന് ഒട്ടും താല്പര്യമല്ലായിരുന്നു. കാരണം പാസ്റ്റർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. നമുക്കത് ആ അനുഭവം ഉള്ളവർക്കൊക്കെ അതറിയാം. കാരണം വിശ്വാസികളെ പലവിധമായ സ്വഭാവമുള്ളവരാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. സഭയിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം നേരിട്ടാൽ അത് എല്ലാവരുടെയും പ്രശ്നങ്ങളാണ്. അത് ദൈവദാസനെ നല്ലവണ്ണം ബാധിക്കും. അതുപോലെ ദീർഘദിവസങ്ങൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇല്ലായ്മകളിൽ കൂടെ കടന്നു പോകണം. ഞെരുക്കങ്ങളിൽ കൂടെ ചില വിശ്വാസികൾ കടന്നു പോകുമ്പോൾ അവരോട് ചേർന്നിരുന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഇങ്ങനെയൊക്കെ ഒത്തിരി റിസ്ക് ഉണ്ട് ഒരു
പാസ്റ്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ ഒരു സഭയെ നടത്തിക്കൊണ്ട് പോകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് തന്റെ പിതാവും തന്റെ ജ്യേഷ്ഠനും അനുജനും ഒക്കെ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് സുവിശേഷ വേല ഏത് വിധേനയും ചെയ്യാനായിട്ട് സന്തോഷമാണ്, എന്നാൽ ഒരു പാസ്റ്റർ ആയിരിക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഇരുവരും നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. മധ്യപ്രദേശില് ഒരു സ്കൂളില് അധ്യാപികയായിരിക്കുകയും അതേസമയം തന്നെ രണ്ടുപേരും അധ്യാപകരായി ജോലി ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് ഷിഫ്റ്റ് ജോലി എടുത്തതിനു ശേഷം ബാക്കി ലഭിക്കുന്ന സമയം കർത്താവിന്റെ ദാസൻ നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ സിഹോറ എന്ന് പറയുന്ന സ്ഥലത്ത് പല ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് അനേകരെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേടുവാൻ തക്കോണം കർത്താവിന്റെ ദാസന് കൃപ ചെയ്തു. അതിനുശേഷം 2 വർഷം ഞങ്ങള് നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങള് വീണ്ടും തിരിച്ച് കേരളത്തിൽ ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കണം, കാരണം ജ്യേഷ്ഠൻ ബോംബെയിലും അനുജൻ ഡൽഹിയിലുമായിരുന്നു ആ സമയത്ത് ശുശ്രൂഷയില്. അപ്പൊ ഞങ്ങള് 3 ആണും 2 പെൺമക്കളുമാണ് കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ. ഞങ്ങൾ ഭവനത്തിൽ വന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഭവനത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും ഞങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു, മാതാപിതാക്കളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, കേരളത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നുവെന്ന ദൈവിക ആലോചന 1 അല്ല 3 പേരിൽ കൂടെ ഞങ്ങളോട് അറിയിക്കുവാനിടയായി തീർന്നു. എന്നാൽ കേരളത്തിന്റെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോത്തൻകോടിനടുത്ത് കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർത്തോമയുടെ ആശ്രമം ഉണ്ടായിരുന്നു. അവിടേക്ക് ഒരു വാർഡൻ കം ടീച്ചറിനെ ആവശ്യമുണ്ടെന്ന് ഒരു പരസ്യം കണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്ന് ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. അത് ഞങ്ങളുടെ ശുശ്രൂഷയുടെ എൻട്രൻസ് ആയിരുന്നു. തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ കടന്നു വന്ന് പോത്തൻകോടുള്ള ആശ്രമത്തിൽ ഞങ്ങൾ അധ്യാപികയായിട്ടും അതുപോലെ തന്നെ വാർഡനായിട്ടും ഒക്കെ ഞങ്ങൾ ജോലി നോക്കി. അവിടെയുള്ള കുഞ്ഞുങ്ങളെ മർത്തോമായുടെ ചർച്ചിൽ ഞങ്ങൾ ആരാധനയ്ക്കായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ പെന്തക്കോസ്ത് ആരാധന ശീലിച്ചതുകൊണ്ട് കർത്താവിന്റെ ദാസൻ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോകും. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ ഒരു സൈക്കിളും എടുത്തുകൊണ്ട് പോത്തൻകോടിനടുത്തുള്ള ഒരു ചെങ്കോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു IPCയുടെ ആരാധനയിൽ കടന്നു പോകുവാൻ തൊക്കെ നമ്മുടെ തീർന്നു. അങ്ങനെ 3-4 ആഴ്ച ആരാധനയ്ക്കായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച വെളുപ്പിനെ 5 മണിക്ക് കർത്താവിന്റെ ദാസൻ ഇപ്രകാരം ഒരു ദർശനം കാണുന്നു. ഒരു വെളുത്ത വണ്ണമുള്ള ഒരാൾ വന്നിട്ട് ഒരു കൂട്ടം താക്കോൽ കൊണ്ട് കർത്താവിന്റെ ദാസന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്രകാരം പറയുകയാണ്, ആ കിടക്കുന്ന വാഹനം ഞാന് ഓടിക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുവാൻ തക്കോണം ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ ഉണർന്ന് 5 മണി സമയത്ത് ഉണർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇപ്രകാരം ഒരു സ്വപ്നം ഞാൻ കണ്ടു, അതെന്ത് ആണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ആ സ്ഥലത്തു നിന്ന് ഞങ്ങൾ കടന്നു വന്ന അന്നും ആരാധനയ്ക്ക് കർത്താവിന്റെ ദാസൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ താൻ സ്വപ്നത്തിൽ കണ്ട അതേ ആള് അന്ന് ആ ആരാധനയ്ക്ക് അവിടെ വന്നിരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. വലിയൊരു സഭയാണ്, അവിടെ ധാരാളം ആത്മാക്കൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്വപ്നത്തിൽ കണ്ട ആളിനെ അവിടെ യഥാർത്ഥമായിട്ട് പാസ്റ്റർ കാണുകയാണ്. അന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അല്ല, സുവിശേഷകനാണ്. അപ്പൊ ഈ ആരാധന കഴിഞ്ഞ സമയത്ത് ഈ സ്വപ്നത്തിൽ കണ്ടതായ ദൈവദാസൻ കടന്നു വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, ബ്രദർ എവിടെയാണ് താമസിക്കുന്നത്? ഇതുപോലൊരു കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളോടുകൂടെ ശുശ്രൂഷയിൽ ചേർന്ന് പ്രവർത്തിക്കാമോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. അന്ന് ഞങ്ങൾ നിൽക്കുന്ന മാർത്തോമയുടെ ആ കൂട്ടായ്മയിൽ അവരോട് ചേർന്നാണ്, ആ സ്ഥാപനത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് അത് പറയാമെന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷം ഭവനത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിയിരുന്നു. നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾ ആ ദേവദാസനോട് പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങൾ ആ ദേവദാസന്റെ ഭവനത്തിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ തിരിച്ചു വന്ന് ഈ ഓർഫനേജിൽ ഈ മാർത്തോമയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ അവര് പറഞ്ഞു,
ഇവിടെ വന്ന് ജോയിൻ ചെയ്തതുകൊണ്ട് ഈ ഒരു വർഷം ഈ ഒരു അക്കാഡമിക് ഇയർ പൂർത്തീകരിച്ചതിന് ശേഷമേ പോകുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു അക്കാഡമിക് ഇയർ ഞങ്ങൾ അവിടെ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തിയ ഈ സ്ഥാനത്തേക്ക് ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. അന്നു മുതൽ ഇന്ന് വരെ 25 വർഷമായി ഈ മിനിസ്ട്രിയോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഹാർവസ്റ്റ് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ്. അവിടെ ഓർഫനേജ് ഉണ്ട്, ബൈബിൾ കോളേജ് ഉണ്ട്, സെക്കുലർ സ്കൂൾ ഉണ്ട്, ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഹാർവസ്റ്റ് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ. അതിനകത്ത് സീനിയർ പാസ്റ്ററായിട്ട് ഞങ്ങളിപ്പോൾ കർത്താവിന്റെ വേലയിൽ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്തായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ കർത്താവിന്റെ ദാസനെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ച് തിരിച്ചു വന്ന് അവിടെ ഞങ്ങള് ട്രെയിനിങ് ഉള്ളത് കൊണ്ട് ഒരു സ്കൂള് അവർ ആരംഭിക്കുവാനിടയായി തീർന്നു. ആ സ്കൂളില് ഞങ്ങള് അധ്യാപകരായിട്ട് വീണ്ടും ചേർന്നു. കർത്താവിന്റെ ദാസൻ അവിടുത്തെ വാഹനം ഓടിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു. കുറച്ച് കുട്ടികളെ, ഓർഫനേജിലെ കുട്ടികളുണ്ടായിരുന്നു, അവരുടെ വാർഡനായിട്ടും ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്ത് വീണ്ടും ദൈവിക ആലോചന ഞങ്ങളോട് ഇടപെടുവാനിടയായി തീർന്നു. പത്രോസിനോട് പറഞ്ഞതുപോലെ, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, ഇനിയും നീ എന്റെ ആടുകളെ മേയ്ക്ക എന്നുള്ള ആ വചനം ഞങ്ങളോട് ഇടപെടുവാനിടയായി തീർന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ ഞങ്ങള് ഈ വാഹനത്തിൽ കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ ഈ ബൈബിൾ കോളേജിലെ കുട്ടികളും എല്ലാമായിട്ട് ഔട്ട്റീച്ച് വർക്കുകൾ മാസത്തിൽ 1 or 2 തവണ ചെയ്യാറുണ്ട്. അങ്ങനെ വിഴിഞ്ഞത്തിനടുത്ത് ഉച്ചക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഔട്ട്റീച്ച് പ്രവർത്തനത്തിനായിട്ട് കടന്നു വന്ന ഞങ്ങളുടെ പ്രസിഡന്റിന്റെ അങ്കിളിന്റെ ഭവനത്തിൽ ആരാധന ക്രമീകരിക്കാറുണ്ടായിരുന്നു. അവിടെ വലിയൊരു ഗാദറിങ്, ഇഷ്ടംപോലെ ജനം കൂടി വരും, ജാതികളായിരിക്കുന്ന ഒരുപാട് പേര് കടന്നു വന്ന മാസത്തിൽ 2 ദിവസം ഞങ്ങൾ ആരാധന നടത്തി തിരികെ പോകാറുണ്ട്. അന്ന് ആ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്ന ഡ്രൈവറായിട്ടാണ് കർത്താവിന്റെ ദാസൻ വരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ പ്രാർത്ഥന നടത്തി കടന്നു പോകും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം വന്നപ്പോൾ തിരുവല്ലയിൽ നിന്നൊരു ദേവദാസൻ കടന്നു വന്നിട്ട് അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിക്കുവാനിടയായത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ദൈവദാസൻ ഓടി വന്ന് ഏറ്റവും ബാക്കിലിരുന്ന കർത്താവിന്റെ ദാസന്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ, ഈ ദേശത്തെ വേല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞങ്ങൾക്കതൊരു ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം വീട്ടിൽ നിന്ന് കേട്ടത് മേശമേൽ ശുശ്രൂഷിക്കുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ഇവിടെ വന്നപ്പോൾ പറയുന്ന, മകനെ, ഞാൻ നിന്നെ ഈ ശുശ്രൂഷക്കായിട്ട് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്, ഈ ദേശത്തെ വേല ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ഞങ്ങൾ വളരെയധികം ഞെട്ടിപ്പോകുവാൻ തൊക്കണം ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഹാർവസ്റ്റ് മിനിസ്ട്രിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റോബർട്ട് മോഫറ്റ് അവരുകൾ ഞങ്ങളോട് ഇപ്രകാരം പറയുവാൻ, അദ്ദേഹത്തെയാണ് ദർശനത്തിൽ പാസ്റ്റർ കണ്ടത്. അദ്ദേഹം ഞങ്ങളോട് പറയുവാനായിരുന്നു, ഇങ്ങനെ ഒരു ദൈവാലോചന കേട്ടത് നിമിത്തം ഈ പ്രവർത്തനത്തെ, ഈ ദേശത്തെ പ്രവർത്തനത്തെ നിങ്ങൾ കടന്നു വന്ന് ആ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്ത് ഉച്ചക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർത്താവിന്റെ വേല ഞങ്ങൾ ഏറ്റെടുക്കുവാൻ തൊക്കെ നമ്മുടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഒരൊറ്റ ആത്മാക്കൾ പോലുമില്ല. എന്നാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ സമീപത്തുള്ള ഒരു ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മിലിറ്ററിക്കാരന്റെ ഭവനമായിരുന്നു. ഇപ്പൊ അദ്ദേഹം റിട്ടയർമെന്റ് ആയി. അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിട്ട് ആ സഭയിലുണ്ട്. അവിടെ കടന്നു ചെന്ന് അദ്ദേഹം അവര് CSI വിശ്വാസികളാണ്. ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാൻ തൊക്കെ ഉടമ്പടിയായി തീർന്നു. പ്രാർത്ഥിച്ച് ആയിട്ട് ഞാൻ എന്റെ അനുഭവമാണ്, സാക്ഷ്യമാണ് പറയുന്ന, അനുഭവത്തെ നമുക്ക് ഖണ്ഡിക്കുവാൻ കഴിയില്ലല്ലോ. ആ ഭവനത്തിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ അനുഭവം വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഒരു ചായയൊക്കെ തന്നു. ആ ഭവനത്തിൽ ഇരുത്തിയിട്ട് ആ വീട്ടിലെ മാതാവ്, ഒരമ്മയും ഒരു മോളും അവരുടെ മോളും, അങ്ങനെ 3 ലേഡീസ് മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആ വീട്ടിലെ അമ്മ ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു, പെന്തക്കോസ്റ്റിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഓരോ വീട്ടിലും വന്നിട്ട് ഞങ്ങളുടെ കൂടെ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ അടുത്ത് ഉള്ള അയൽവക്കംകാരായതുകൊണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്ന് പറയുവാൻ തൊക്കെ നമ്മുടെ യാത്ര. എന്നാൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. സൗഹൃദ സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ പോരാനിറങ്ങിയപ്പം ആ അമ്മ തന്നെ പറഞ്ഞു, അവരുടെ മോളുടെ മോൾക്ക് 2 വയസ്സ് പ്രായമുണ്ട്. ആ അമ്മയുടെ മോൾക്ക് ശ്വാസം മുട്ടലിനാല് വളരെ വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്നു. ഭർത്താവ് മിലിറ്ററിയിലാണ്. കൂടെ പോകുവാനായിട്ട് ശ്വാസം മുട്ടൽ ഒരു തടസ്സമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വിശ്വാസത്തോടെ കർത്താവിന്റെ ദാസനും ഞാനും ഒരുമിച്ച് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ലാലി എന്നാണ് ആ സഹോദരിയുടെ പേര്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു.
വളരെ ആത്മാർത്ഥതയോടെ ദൈവകരങ്ങളെ സമർപ്പിച്ച വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞങ്ങൾ അതിന് ഒരു 4-5 വീടിന് അപ്പുറത്താണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾ അവിടെ ആരാധന ആ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് നടത്തുന്നത്. ചുരുക്കമായിട്ടുള്ള ജനമാണ്. ഒരു 10 പേർക്കകത്തെ അന്ന് ആരാധനയ്ക്ക് അവിടെ ഉള്ളായിരുന്നു. ഒരു 10 പേരോളം വന്ന് ആരാധന കൂടും. അങ്ങനെ ആരാധന കഴിഞ്ഞ് കടന്നു പോകും. അപ്പോൾ അന്ന് ഈ പിറ്റേ ദിവസം ഞായറാഴ്ച ആയപ്പോൾ ഈ പറഞ്ഞ ഈ ആന്റിയും അവരുടെ മോളും അവരുടെ കൊച്ചുമോളും ആരാധനയ്ക്കായിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. അപ്പം അവര് CSA വിശ്വാസികളാണ്ട് സാക്ഷ്യം പറയാനൊക്കെ അറിയാം. ഇവരെന്തുകൊണ്ട് കടന്നു വന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവര് ഒരു സാക്ഷ്യത്തിന്റെ സമയമായപ്പോൾ ഈ ആന്റി എഴുന്നേറ്റ് സാക്ഷ്യം പറയുവാനിടയായി തീർന്നു. എന്റെ മോള് ദീർഘവർഷങ്ങളായിട്ട് ശ്വാസമുട്ടലിന്റെ പ്രയാസത്താല് ഉറങ്ങുവാൻ കഴിയാതെ വളരെ എത്രയോ രാത്രികളായിട്ട് ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുകയായിരുന്നു. പാസ്റ്ററും കുടുംബവും ഭവനത്തിൽ കടന്നു വന്നു. ഞങ്ങൾ അവരോട് പ്രാർത്ഥന അപേക്ഷിച്ചു. അവർ പ്രാർത്ഥിച്ച് പോയതിനു ശേഷം 2-2.5 വർഷങ്ങൾക്ക് ശേഷമായിട്ട് എന്റെ മോള് ശാന്തമായി ഉറങ്ങുവാൻ ദൈവം കൃപ ചെയ്തു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ സാക്ഷ്യം പറഞ്ഞ് ആ കുടുംബം അന്നു മുതൽ ഞങ്ങളുടെ സഭയില് അംഗങ്ങളായിട്ട് കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. ആ പ്രിയപ്പെട്ട കുടുംബം ഇന്നും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ സഭയിലുണ്ട്. അവർക്ക് ഉണ്ടായിരുന്ന 2 വയസ്സുള്ള മോൾ ഇന്ന് MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിരിക്കുന്നു. അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദേശത്തെ സഭയിൽ അംഗങ്ങളായിട്ടിരിക്കുന്നു. ആ സഭയിൽ ദീർഘമായ 17 വർഷങ്ങൾ പാസ്റ്ററും ആയിട്ടിരിക്കുവാൻ തൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യത്തെ അനുഭവങ്ങളായിരുന്നു. ശുശ്രൂഷ അനുഭവങ്ങൾ ആ ദേശത്ത് ധാരാളം ഞങ്ങൾക്ക് പറയുവാനുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ വീട് വാടകയ്ക്കെടുത്തു. എന്നാൽ തൊട്ടടുത്ത ഒരു തെങ്ങിൻ തോപ്പ് 10 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. അത് കണ്ട് ഞങ്ങള് അവിടെ കയറി നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഡയറക്ടർ സാറിനെ വിളിച്ചറിയിച്ചു. ഇതുപോലൊരു സ്ഥലം കിടപ്പുണ്ട്, ആരാധനാലയത്തിന് പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ അത് വന്ന് കണ്ട് ഞങ്ങളുടെ ഡയറക്ടർ സാറ് അതിന് വില കൊടുത്തു. ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ആലയം പണിയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇന്ന് ധാരാളം ദൈവമക്കൾ അവിടെ കൂടി വരുന്നു. വലിയൊരു ദൈവിക പ്രവർത്തനം അവിടെ ഉണ്ട്. അതിനുശേഷം 17 വർഷം അവിടെ ശുശ്രൂഷകരായിട്ടിരുന്നിട്ട് അതിനുശേഷം ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തി, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ്, ഒരു ചേഞ്ച് ഞാൻ തരുവാൻ പോകുന്നു എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. അവിടെ നിന്ന് എങ്ങോട്ട് പോകണം. കാരണം ഞങ്ങളുടെ 2 പേരുടെയും സ്വദേശം ഇവിടെയല്ല. അപ്പൊ ദൈവാലോചന അറിയിച്ചാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. ഇനി എങ്ങോട്ട് പോകും എന്ന് ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ ദൈവിക ആലോചന അറിയിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടു. പ്രാവചമ്പലം എന്നൊരു സ്ഥലം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കാണിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നാൽ പ്രാവചമ്പലത്ത് ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ കാറില് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാവചമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് എങ്ങോട്ട് തിരിയണം, എന്നാ ഇങ്ങോട്ട് തിരിഞ്ഞു പോയാലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് വന്ന് ഞങ്ങൾ അരിക്കടമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വന്നിട്ട് ജസ്റ്റ് ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയിട്ട് ഞങ്ങൾക്ക് ആരെയും പരിചയമുള്ളവരില്ല, ഞങ്ങളുടെ നാടല്ല, ഒന്നുമല്ല. ഞങ്ങൾ അവിടെ നിന്നിട്ട് കടയുടെ സൈഡിൽ നിന്ന ഒരു വ്യക്തിയോട് പാസ്റ്റർ ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പൊ തന്നെ അയാള് തൊട്ടടുത്ത് നിന്ന് ആളിനെ തൊട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഇവിടുത്തെ ഭാഷയിൽ അണ്ണൻ, ചേട്ടൻ എന്ന് പറയുന്ന അണ്ണൻ എന്നാണ്, ഈ അണ്ണൻ ബ്രോക്കറാണ്, ഈ അണ്ണനോട് സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ വ്യക്തി നേരെ തിരിഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചു, ഇവിടെ അടുത്തൊരു വീട് കിടപ്പുണ്ട്, ഞാൻ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. ഞങ്ങളോട് കൂടെ കാറിൽ കയറി ഇവിടെ ഞങ്ങളിപ്പോ പാർക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വാഹനം നിർത്തിയിട്ട് പറഞ്ഞു, ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട് പുറമേ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരൊറ്റ കോമ്പൗണ്ടിലുള്ള വീട്. ഞങ്ങൾ ആ വീട് കണ്ടിട്ട് ഞങ്ങൾ തിരികെ പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ആ വീട്ടിലേക്ക് വരാം, മറ്റിടത്തെ പ്രവർത്തനം വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡയറക്ടർ സാറിനെ ചെന്ന് കണ്ടു. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ വേണം എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇനി എങ്ങോട്ടാണ് പോകാൻ താല്പര്യപ്പെടുന്നത്? പ്രാവചമ്പലം എന്നൊരു സ്ഥലം കണ്ടു, ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ദൈവിക ആലോചന അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് എത്ര വർഷം ഇരിക്കുവാൻ കഴിയുമോ അത്രയും വർഷം ഈ ഉച്ചക്കടയില്, ഈ സഭയില്, അപ്പോൾ നിങ്ങൾ 17 വർഷമായി, ഇനിയും നിങ്ങൾക്ക് ഇരിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇരിക്കാം എന്ന് പറഞ്ഞു.
നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഈ ഉച്ചക്കടയിൽ ആയിരിക്കുന്ന സമയത്ത് ശുശ്രൂഷ സംബന്ധമായിട്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിനു ശേഷം പറയുവാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്നാൽ ഞങ്ങൾ സമയമുണ്ട് സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഉച്ചക്കടയിൽ ആലയം വെച്ചു. പല ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ ഉച്ചക്കടയിൽ ആലയം വെച്ചു അവിടുത്തെ പ്രവർത്തനത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്കെതിരായിട്ട് നേരിടുവാൻ നമ്മുടെ തീർന്നു. തൊട്ട് സമീപത്ത് താമസിക്കുന്ന, തൊട്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു ആന്റി ഞങ്ങളോട് കൂടെ ആരാധനക്കായിട്ട് കടന്നു വരുവാൻ്റേത് നല്ല വിശ്വാസത്തോടു കൂടെ കടന്നു വന്നു. എന്നാൽ അവർക്ക് 2 ആൺമക്കളാണുള്ളത്. അതിൽ മൂത്ത മകന് ഞങ്ങളോടുകൂടെ ആരാധനയ്ക്ക് വരുന്നു. അദ്ദേഹം ഒരു മദ്യപാനിയായിട്ട് ഈ മരച്ചീനി വിളയില്, അതായത് ഞങ്ങളുടെ നാട്ടില് പറഞ്ഞ കപ്പ ഇടുന്ന സ്ഥലത്ത് മദ്യപിച്ച് ഇങ്ങനെ കിടക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസൻ അവിടെ ചെന്ന് സ്നേഹത്തോടെ ആ സഹോദരനെ വിളിച്ച് മദ്യപാനം വിട്ട് യേശുവിനെ അറിഞ്ഞു വാ, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനമെല്ലാം പറഞ്ഞു കൊടുത്ത് ധൈര്യപ്പെടുത്തി അദ്ദേഹം ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ അമ്മയും മോനും വളരെ ആക്റ്റീവായിട്ട് സഭയിൽ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇളയ മകൻ ഇതിനോട് ഭയങ്കര എതിരായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ആന്റിക്ക് കാലിൽ ഒരു കുപ്പിച്ചില്ല് കൊള്ളുവാനിടയാത്തീർന്നു. ഇവിടുത്തെ ഭാഷയിൽ കുപ്പിയുടെ കഷ്ണം കുപ്പിച്ചില്ല് കൊള്ളുവാനിടയാത്തീർന്നു. കാല് വളരെ മുറിഞ്ഞു പിളർന്നു പോയിട്ട് ആ ബ്ലഡ് ഒലിപ്പിച്ച് എന്റെ അടുത്തേക്ക് വന്നു. പഴയ ചെരുപ്പ് കിടക്കുന്നെങ്കിൽ തരണം എന്ന് പറഞ്ഞു. അപ്പം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ പഴയ ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്. തൽക്കാലം ഞാൻ അത് എടുത്തു കൊടുത്തെങ്കിലും എന്റെ മനസ്സിന് അതൊരു വലിയ വിഷമമായിപ്പോ. ഞാൻ ഉപയോഗിച്ച ചെരുപ്പ് ആ സഹോദരിക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ വളരെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിയുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ ഞങ്ങൾക്ക് ഓഫറിംഗ് ആയിട്ട് ഒരു 200 രൂപ 300 രൂപയൊക്കെ കിട്ടും. 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വളരെ ബന്ധപ്പാട് അനുഭവിക്കുന്ന സമയം. അപ്പൊ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു ആ ആന്റിക്ക് ഒരു 2 പുതിയ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ ദാസൻ അങ്ങനെ നല്ലൊരു മനസ്സുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എന്നോട് കൂടെ വന്ന് എന്റെ കാലിന്റെ അളവിന് തന്നെയുള്ള 2 പുതിയ ചെരുപ്പ് വാങ്ങിച്ച് ആ വീട്ടിൽ കൊണ്ടുവന്ന് ആ ആന്റിക്ക് കൊടുത്തു. ആ ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഭവനത്തിലിരുന്ന് സന്ധ്യയ്ക്ക് 8 മണിക്ക് ഞങ്ങൾ കതക് അടച്ചിട്ട് സന്ധ്യാപ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കതകിൽ ഒരു മുട്ട് കേട്ടു. അപ്പൊ കതക് തുറന്നതും എന്റെ മുഖത്തേക്ക് ഒരു പൊതി, എന്തോ ഒരു സാധനം വന്ന് എന്റെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ പുറത്തുനിന്ന് ആ ആന്റിയുടെ ഇളയ മകൻ ഈ ഞാൻ കൊണ്ട് കൊടുത്ത ആ ചെരുപ്പിന്റെ പൊതി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതാണ് കണ്ടത്. എനിക്കത് വളരെ വേദനയായി തീർന്നു. ഞാൻ അവിടെ നിന്ന് ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന് കരയുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവെ, ഞാൻ നന്മ ചെയ്തിട്ട് എനിക്ക് തിന്മയായിട്ട് അത് ഭവിച്ചല്ലോ എന്നോർത്ത് വളരെ ഭാരം തോന്നുന്നുണ്ട്. എങ്കിലും ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഇതെന്റെ ശുശ്രൂഷയുടെ തുടക്കമാണ്. ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ച വേദന. ഞാൻ അങ്ങനെ ഭാരത്തോടു കൂടെ ആയിരിക്കുമ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞു ഈ സഹോദരന് ഗൾഫിൽ പോകണം. അപ്പോഴും ദൈവാത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു. ഒരു പ്ലെയിൻ പറന്നു വന്ന് ഇവരുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഈ ആന്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു പ്ലെയിൻ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു, അതെന്താന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചെരുപ്പ് എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തന്ന ആ പൈതല് ആ സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആന്റി ഞാൻ ഗൾഫിന് പോവുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആന്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അന്ന് രാത്രി ആന്റിയുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയ അന്ന് രാത്രി ഞാൻ അല്പം പോലും ഉറങ്ങിയില്ല. ആരോ വന്ന് എന്റെ പുറത്തിട്ട് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നോട് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, ഞാനത് മറന്നു കളഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷം ഈ സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, പോലീസുകാർ ചിലപ്പം വന്ന് അന്വേഷിച്ചാൽ എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നിട്ട് ഈ സഹോദരന്റെ പേര് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇന്നയാളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ലൊരു പയ്യനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവന് പോലീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷം ആ സഹോദരൻ ഗൾഫിലേക്ക് പോകുവാൻ്റെ ദീർഘവർഷങ്ങൾ ഗൾഫിലായിരുന്നു. അതിനുശേഷം കുടുംബമായിട്ട് സന്തോഷത്തോടെ അവരായിരിക്കുന്നു. ആ പൈതലും കുടുംബമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട് അവർക്കും ദൈവം ഒരു അവസരം കൊടുത്തു. അത് ആദ്യത്തെ അനുഭവം. അതിനുശേഷം ഒത്തിരി പ്രയാസങ്ങൾ ആ സഭയിലായിരുന്നപ്പോൾ ഞങ്ങൾ നേരിടുവാൻ തൊക്കെ നമ്മുടെയായി തീർന്നു. ആദിമ കാലഘട്ടങ്ങളിലൊക്കെ സമീപ പ്രദേശ
പ്രദേശങ്ങളിൽ നിന്ന് വളരെ അനുകൂലമായ കാഴ്ചപ്പാടായിരുന്നു. ഒരു ടീച്ചർ, ഒരു പാസ്റ്റർ ഇവിടെ താമസിക്കുന്നു, ആ ദേശത്തിന് ഇത്തിരി വെട്ടവും വെളിച്ചവും വന്നു, ഒത്തിരി മദ്യപാനികൾ ദൈവഭാഗത്ത് പോന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഒരു ഭാഗത്ത് സന്തോഷിക്കുവാണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് മറുഭാഗത്ത് ഒത്തിരി എതിരുകളും ഉണ്ടാകുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇവനാണോ ഇവിടുത്തെ പാസ്റ്റർ, ഞാൻ ഒതുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഞങ്ങൾക്കെതിരായിട്ട് വരുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങളതെല്ലാം ദൈവം മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു സഹോദരൻ അകത്തേക്ക് കയറി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കടാര ഉണ്ടായിരുന്നു. ആ കടാര ഞങ്ങളെല്ലാവരും കണ്ണടച്ച്, നല്ല ആരാധനയുടെ സമയമായിരുന്നു. ദൈവദാസന്റെ അടുത്ത് ചെന്നിട്ട് നെഞ്ചിന് നേരെ കുത്തുവാൻ ഓങ്ങി ഇങ്ങനെ വന്നിട്ട് കൈ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. സഹോദരിമാരും വിശ്വാസികളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഭയത്തോടുകൂടെ ആയിപ്പോയി. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സഹോദര നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ സഹോദരനൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞ് ആ ദൈവസഭയ്ക്കകത്ത് നിന്നിട്ട് ഒരുപാട് അസഭ്യങ്ങള്, ചീത്ത, മോശമായ വാക്കുകൾ പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞങ്ങൾ എല്ലാവരും ആ സഹോദരനോട് മറ്റൊന്നും പറഞ്ഞില്ല. 1-2 സഹോദരന്മാർ ചേർന്ന് ഇദ്ദേഹത്തെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി. എന്ത് സംഭവിച്ച നേരത്തിൽ അദ്ദേഹത്തിന്റെ കൈ സ്റ്റക്കായിട്ട് തന്നെ നിന്നു, ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അത് ഞങ്ങൾക്ക് രണ്ടാമത്തെ അനുഭവം. എന്നാൽ അതിനുശേഷം പറഞ്ഞു, നിന്നെ ഞാൻ ശരിയാക്കും, ഞാൻ ഞായറാഴ്ച, അന്നൊരു വെള്ളിയാഴ്ച രാത്രിയാണ്, ഞായറാഴ്ച ഞാൻ വരുമെന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷം ആ ഞായറാഴ്ച ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് വരും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച ഉച്ചവരെയും ആരാധന തീരും വരെയും യാതൊരു പ്രയാസമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുവാനിടയായി തീർന്നില്ല. എന്നാൽ ആരാധന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുന്നു എന്ന് കേൾക്കുവാനായിട്ടാണ് ഇടയായി തീർന്നത്. അതിനുശേഷം ഞങ്ങൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അവർ സ്നേഹത്തോടെ അടുത്തു വന്നു. ആ കുടുംബം ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നു. അവരെ ദൈവമായ കർത്താവ് സഹായിച്ചു. അത് ഞങ്ങളുടെ രണ്ടാമത്തെ അനുഭവം. അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. ഇവിടെ നിന്ന് ഈ ആരാധനാലയം പൊളിച്ചുകൊണ്ട്, മനോഹരമായ ഒരു ആരാധനാലയമാണ് അവിടെ സ്ഥാപിക്കുവാൻ തീർന്നത്, അത് പൊളിച്ചുകൊണ്ട് പോകണം എന്ന് പറയുവാൻ തൊക്കണം ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ നിയമ ഉപദേശം തേടി നിയമപാലകർ വന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനൊക്കെ തരുവാൻ തൊക്കണം ഇടയായി തീർന്നു ആ സാഹചര്യങ്ങൾ. അതിനുശേഷം പിന്നീടും പലതരത്തിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടാകുവാൻ തൊക്കണം ഇടയായി തീർന്നു. എന്നാൽ ഇവൻ പാസ്റ്റർ ആണോ, ഇവനെ ഞാൻ ഒതുക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ ആ സഹോദരന്റെ ഭാര്യ ഞങ്ങളെ ഒരു രാത്രിയിൽ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരെ ഒന്ന് വരണം പാസ്റ്റർ, എന്റെ സഹോദരൻ, ഈ പറഞ്ഞ ആളിന്റെ സഹോദരി ആണ് വിളിച്ചത്, എന്റെ സഹോദരൻ നിങ്ങളെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മാനുഷികമായിട്ട് മനുഷ്യനാകുമ്പോൾ ചെറിയ പേടി ഉണ്ടാകുമല്ലോ. ഞങ്ങളെ പലതവണ വെല്ലുവിളിച്ചു, ഞങ്ങളെ ഉപദ്രവിക്കും, ഞങ്ങളെ തട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല. എന്തുകൊണ്ടാണ് ആ സഹോദരൻ വിളിച്ചതെന്ന് ചോദിക്കുവാൻ പോയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ അറിയുവാനിടയായി തീർന്നത് ആ സഹോദരൻ ബാത്റൂമിൽ തൂങ്ങി മരിച്ചു എന്ന് അറിയുവാനാണ് ഇടയായി തീർന്നത്. എന്നാൽ തലേ ദിവസം താൻ ഞങ്ങളെ അന്വേഷിച്ചതിന്റെ കാര്യം, തനിക്ക് ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞങ്ങളോട് ഷെയർ ചെയ്ത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുവാനാണ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്നും ഇന്നും ഒരു വേദനയായിട്ട് കിടക്കുകയാണ്. കാരണം അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഭാരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒത്തിരി ആഭിചാര പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ കോട്ടയത്തോ കുമളിയിലോ ഇടുക്കി ജില്ലയിലോ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ തിരുവനന്തപുരത്ത് വന്ന ആഭിചാര ക്രിയകൾ എന്താണെന്ന് കണ്ടു മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഒത്തിരി ആഭിചാര ക്രിയകൾ ഞങ്ങൾക്കെതിരായിട്ട് ചെയ്യുവാനിടയായി തീർന്നു. ഞങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളുടെ ആലയത്തിന് മുൻപിൽ, മനോഹരമായ ഒരു ആലയമാണ് പണിതിരിക്കുന്നത്, അതിന്റെ ഗേറ്റിന്റെ മുൻപിൽ മുട്ട കൊണ്ടിട്ടിരിക്കും, അതുപോലെ പൂ കൊണ്ടിട്ടിരിക്കും, പിന്നെ സാമ്പ്രാണി തിരി കൊണ്ടിട്ടിരിക്കും, ചെത്തിപ്പൂ കൊണ്ടിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ കണ്ടു. അതൊന്നും ഞങ്ങൾ സാരമാക്കില്ല. അതൊക്കെ എടുത്ത് തൂത്തുവാരി കളഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഇതുപോലെ എന്തോ ഇതുപോലെ കുറച്ച് ചെത്തിപ്പൂ, കുറച്ച് സാധനങ്ങളെല്ലാം കണ്ടു. ഞാനത് കൈകൊണ്ടെടുത്തൊന്ന് മാറ്റി ഇട്ടതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ എന്നെ അങ്ങ് ചൊറിയാൻ തുടങ്ങി. ചൊറിഞ്ഞ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി.
ഈ ചൊറിച്ചിൽ കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ കാൽപാദങ്ങളെല്ലാം ചൊറിഞ്ഞ് വ്രണം പോലെ അടരുവാൻ്റെ കൈയും ചൊറിയുവാണ്. കൈ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, കാലുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. പിന്നെ ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ സഭാവിശ്വാസികളൊക്കെ വന്നിട്ട് വളരെ വേദനയോടുകൂടെ പാസ്റ്ററമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഒരു ആന്റി വന്ന് എന്നോട് കൂടെ ഇരുന്ന് സങ്കടത്തോടു കൂടെ ഒന്ന് പുളിയില തിളപ്പിച്ച് എന്റെ കാലില് ഒക്കെ കഴുകി തരുവാനിടയായി തീർന്നു. അങ്ങനെയെല്ലാം എന്നെ ശുശ്രൂഷിച്ചു. അങ്ങനെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് എനിക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുപോയി. എന്നെ കണ്ടിട്ട് എല്ലാവർക്കും സങ്കടമാണ്. കാരണം ഞാൻ തറയിലിരുന്ന് ചീപ്പ് കൊണ്ട് ചൊറിയും. ചീപ്പിന്റെ പല്ല് അത്രയും അടന്നു പോയാലും എന്റെ കാലിന്റെ ചൊറിച്ചിൽ മാറത്തില്ല. ഞാൻ വളരെ വെപ്രാളപ്പെട്ട് പരവേശപ്പെട്ട് തറയിലിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ തീർന്നു. ഡോക്ടർമാരുടെ അടുത്ത് പോയി ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞു, എക്സിമ എന്ന് പറയുന്ന ഒരു ത്വക്ക് രോഗമാണിത് എന്ന് പറയുവാൻ നമ്മുടെ തീർന്നു. അന്ന് ഒരു കെട്ട് മെഡിസിൻ അതിനായിട്ട് എനിക്ക് തന്നു. എന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഈ മെഡിസിൻ ഞങ്ങളുടെ കിച്ചണില് മിക്സിയുടെ ബാക്ക് വശത്ത് വച്ചിട്ട് വൈകുന്നേരം ഗുളിക കഴിക്കാറായ സമയമായപ്പോൾ ഈ ഗുളിക എവിടെ വെച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടെയെല്ലാം തപ്പി നോക്കി, വീട്ടിനകത്ത് പരിശോധിക്കേണ്ട സ്ഥലത്തെല്ലാം പരിശോധിച്ചു, എന്നാൽ ഗുളിക കണ്ടില്ല. ഈ മിക്സിയുടെ പുറകിൽ മാത്രം ഞങ്ങൾ നോക്കിയില്ല, ബാക്കി എല്ലാ സ്ഥലത്തും ഗുളിക അന്വേഷിച്ചിട്ട് ഗുളിക കണ്ടില്ല. ഞാൻ ചൊറിഞ്ഞിതുപോലെ തറയിൽ ഇങ്ങനെ കിടന്ന് കരയുകയാണ്. അപ്പോൾ കർത്താവിന്റെ ദാസൻ റൂമിനകത്ത് കയറിയിരുന്നു വളരെ സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആ പവറോടുകൂടെ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇനി നിന്നെ മേലാൽ ചൊറിയത്തില്ലെന്ന് അധികാരത്തോടു കൂടെ പറഞ്ഞു. ഞാൻ ആ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് നിന്ന് ചീപ്പിട്ടിട്ട് ഞാൻ അവിടെ എഴുന്നേറ്റ്. അന്ന് മുതൽക്ക് ഇന്ന് വരെയും പിന്നെ എന്നെ ആ ചൊറിച്ചില് ബാധിച്ചിട്ടുമില്ല, ഞാൻ ആ ഗുളികകൾ കഴിച്ചിട്ടുമില്ല. ദൈവം അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം വീണ്ടും ആ വിചാരം ഞങ്ങൾക്കെതിരായിട്ട് ഇവർ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞങ്ങള് ഒരു ദിവസം ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു വരുമ്പോൾ താഴെ ചർച്ചും മുകളിൽ പാഴ്സനേജുമായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. 10-20ഓളം സ്റ്റെപ്പ് കയറി വേണം ഞങ്ങൾ മുകളിൽ പാഴ്സനേജിൽ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. അപ്പൊ താഴെ ചർച്ചിന്റെ അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്പിൽ കയറാൻ വന്നപ്പോൾ വാഹനം ഒതുക്കിയിട്ട് കർത്താവിന്റെ ദാസൻ പിറകെ വരുമ്പോൾ ആദ്യം കയറി താക്കോൽ എടുത്ത് തുറക്കാനായിട്ട് ഞാനാണ് പോകുന്നത്. ഞാൻ സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി വന്നപ്പോൾ എന്തോ സ്റ്റെപ്പിൽ കിടക്കുന്നത് പോലെ തോന്നി. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞ, അച്ഛാ ഇതെന്തോന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു പൂച്ചയുടെ തലയായിരുന്നു അവിടെ കിടന്നത്. പൂച്ചയുടെ തലയെന്ന് പറഞ്ഞാല് കാക്കയോ മറ്റെന്തെങ്കിലും കൊണ്ടിട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സന്ധ്യയായ ഒരു സമയത്താണ്, അതായത് ചെത്തി എടുത്തതുപോലെ ഇരുന്നു ആ പൂച്ചയുടെ തല. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും പാസ്റ്ററിനോട് പറഞ്ഞു, നീ ഇപ്പൊ അതിന്റെ മുകളിൽ കൂടെ കയറണ്ട, അവിടെ നില്ല എന്ന് പറഞ്ഞു. അപ്പൊ താഴെ ചർച്ചിന്റെ ബാക്ക് വശത്തൊരു കിച്ചണിൽ അവിടെ തീ എത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് തീപ്പെട്ടിയും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് ഈ പൂച്ചയുടെ തല ഇങ്ങോട്ട് മാറ്റിയിട്ട് അത് ഞങ്ങൾ കത്തിച്ച് കളയുവാൻ നമ്മുടെ അതിനുശേഷം തൊട്ട് താഴെ വശത്തായിട്ട് ഒരു മന്ത്രവാദിയായ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ എല്ലാവരോടും അയൽപക്കക്കാരോടെല്ലാം വളരെ സ്നേഹമാണ്, ആരോടും ഒരു മുഷിവില്ല. അതുകൊണ്ട് അദ്ദേഹത്തോടും ഞങ്ങൾ സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളോട് മുഷിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടു സന്തോഷത്തോടെ. ആ ചേട്ടാ സുഖമായിരിക്കുന്നു എന്ന് പാസ്റ്റർ ചോദിച്ചു. അപ്പൊ പറഞ്ഞു സുഖമായിരിക്കുന്നു പറഞ്ഞു. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ ഈ പൂച്ചത്തലയിലൊക്കെ മന്ത്രവാദം ചെയ്യുന്നൊക്കെ പറഞ്ഞു, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ശരിയാണ്, അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് ആൾക്കാര്. അപ്പൊ അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പാസ്റ്റർ ചോദിച്ചോ പറഞ്ഞു, അത് ഒന്നെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികള് മാനസിക രോഗികളായി തീരണം, ഇല്ലെങ്കിൽ അവർക്ക് അപകടമുണ്ടാകണം. ഈ രണ്ട് കാര്യം പറഞ്ഞാണ് ഇങ്ങനെ പൂച്ചത്തലയില് മന്ത്രവാദം ചെയ്യുന്നത് പറഞ്ഞു. ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ല. എന്നാൽ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ വന്നു പറഞ്ഞു, ഇന്നയാള് ഇന്നതുപോലെ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങള് പിറ്റേ ആഴ്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വദേശത്തേക്ക് ഇടുക്കി ജില്ലയിൽ കുമളിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകണം. ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് വേണ്ടിയിട്ട് കടന്നു പോകണം. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് യൂത്ത് ക്യാമ്പും തിരക്കുകളൊക്കെ ആയിട്ട് കർത്താവിന്റെ ദാസൻ വളരെ തിരക്കിന് നടുവിൽ വളരെ ക്ഷീണിതനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. കല്യാണ ഡ്രസ്സെല്ലാം വാങ്ങിച്ചു വെച്ച് ഞങ്ങൾ വാഹനത്തിൽ കടന്നു പോകുമ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് കടന്നു പോകുമ്പോൾ സിക്സാഗ് റോഡുകളാണ്, വളവും തിരിവും എല്ലാം ആണല്ലോ ഹൈ റേഞ്ചിൽ. അവിടെ ചെന്നപ്പോൾ വാഹനത്തിൽ കയറി ക്യാമ്പെല്ലാം കഴിഞ്ഞ് വേണം ഞങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയി. ഞാനും കർത്താവിന്റെ ദാസനും 2 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ മാതാവും ഞങ്ങൾ 5 പേര് അടങ്ങുന്ന സംഘം ഈ വാഹനത്തിൽ ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ മുണ്ടക്കയം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങള്
ഖൈറഞ്ചിലേക്ക് കയറിയ സമയമായപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് മാറി ഈ ചൂടിൽ നിന്ന് തണുപ്പിലേക്കാകുവാൻ തീർന്നു. ഞങ്ങളെല്ലാം വാഹനത്തിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. കർത്താവിന്റെ ദാസൻ 20-25 വർഷം കൊണ്ട് 30 വർഷത്തോളമായി വാഹനം ഓടിക്കുന്നയാളാണ്. ഹൈറേഞ്ച് ഒക്കെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്നാൽ പെട്ടെന്ന് കർത്താവിന്റെ ദാസൻ ഉറങ്ങിപ്പോയപ്പോൾ ഈ വാഹനം കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാർ ഒരു മാരുതി 800 ആയിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുവാനിടയായിരുന്നു. അപ്പോ എതിരെ ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ടായിരുന്നു. ആ ബസ്സുകാരി കാറിന്റെ തിരിഞ്ഞു മറിഞ്ഞുള്ള വരവ് കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തിയിരുന്നു. മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. എന്നാൽ കർത്താവിന്റെ ദാസൻ ഉറങ്ങിപ്പോയിരുന്നു. അപ്പൊ ഈ വാഹനം വന്നിട്ട് ഈ ബസ് അവിടെ നിർത്തിയിരുന്നു. ബസ്സിൽ ഇടിക്കാതിരിക്കാൻ അവർ നിർത്തിയിട്ടു. എന്നാൽ ഈ വാഹനം ബസ്സിലൊന്നും തട്ടാതെ തിരിച്ചു വന്ന് ചെരിഞ്ഞ് തേയില കാട് വഴി ഇറങ്ങി 200 മൈൽ താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് ഇറങ്ങി പോകുവാനിടയായി തീർന്നു. എന്നാൽ വാഹനം അറിയുന്നില്ല, കുത്തനെ ഇരുന്നിരുന്ന് താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയി ചെന്ന് 200 അടി താഴ്ചയിലുള്ള അവിടെ ചെന്നൊരു വലിയ കല്ലിന്റെ മേൽ വാഹനത്തിന് പള്ള കയറി അങ്ങ് നിന്നു. വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകാനും പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇങ്ങോട്ട് ചെരിയും, അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെരിയും. അപ്പൊ ഈ മുകളിൽ നിർത്തിയിടുന്ന ബസ്സിലുള്ള ആൾക്കാര് ഓടി ഇറങ്ങി വളരെ പാടുപെട്ടവര് ഈ കൊക്കയ്ക്കകത്തേക്ക് ഇറങ്ങി വന്നു ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അവര് വിചാരിച്ച് വാഹനത്തിലുള്ള എല്ലാവരും അപ്പോൾ തന്നെ മരിച്ചു കാണുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതേ സമയം തന്നെ മുകളിലത്തെ റോഡിൽ ഒരു ആംബുലൻസ് പാസ് ചെയ്തു പോയി. ഇവരിൽ പലരും നാട്ടുകാരെ ആരോ കൈ കാണിച്ചു നിർത്തി ഞങ്ങളെ എല്ലാവരെയും കുമളിയിൽ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി ആക്കുവാനായി തോന്നുന്നു. അപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അനിയൻ ആയിരിക്കുന്ന പാസ്റ്ററെ വിളിച്ചു വരുത്തി. അനിയൻ വന്നിട്ട് ഈ വാഹനത്തിന്റെ അടുത്ത് വന്ന് കുത്തിയിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ദൈവമേ എന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാരും ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ആ വാഹനത്തിന്റെ പിക്ചറും എല്ലാം കണ്ടിട്ട് ചാനലുകാരെല്ലാം വന്ന് അതെല്ലാം കണ്ടിട്ട് ആശുപത്രിയിൽ അവരെത്തി. അവിടെ ഒരു അപകടം നടന്നു. അവിടെയുള്ള ആൾക്കാരെ ഇത്ര പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ആ വണ്ടിയിലുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നാണ് അവർ ചോദിച്ചത്. അത് ചോദിക്കുന്നത് എന്റെ ഹസ്ബൻഡായ പാസ്റ്ററോടാണ് ചോദിക്കുന്നത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ തന്നെയായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അതിലെ ഡ്രൈവർ ആരായിരുന്നു, ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തന്നെയാണ് വാഹനം ഓടിച്ചത്. നിങ്ങളാണോ വാഹനം ഓടിച്ചത്, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലേ എന്ന് ചോദിച്ചു. കാരണം ആ വാഹനത്തിന്റെ കിടപ്പ് കണ്ടാല് അങ്ങനെ തോന്നും. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല, ഞങ്ങള് എല്ലാവരും സുരക്ഷിതരാണെന്ന് പറയുവാൻ്റെ തീർന്നു. അതിനുശേഷം അനുജൻ ഞങ്ങളെ വാഹനത്തിൽ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ കുളിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ടിവിയില് ഇടുക്കി വിഷന്റെ ചാനലിൽ കൂടെ വാർത്ത വരികയാണ്. തിരുവനന്തപുരത്ത് നിന്നും കുമളിയിലേക്ക് യാത്ര ചെയ്തിരുന്ന ഷാജി മാത്യുവും കുടുംബവും ഇതുപോലെ 200 മൈൽ താഴ്ചയുള്ള കൊക്കയിലേക്ക് വാഹനം മറിഞ്ഞു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ആർക്കും ആളപായമില്ലെന്നുള്ള വാർത്ത. ഞങ്ങളുടെ വാർത്ത കണ്ടുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ തൊക്കെ നമ്മുടെ തീർന്നു. അവിടെ നിന്ന് കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് രണ്ടാമതൊരു ജന്മം തന്ന തിരിച്ച് കൊണ്ടുവരുവാൻ തൊക്കോണമിടയായി തീർന്നു. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഉച്ചക്കട വന്നു ഞങ്ങളുടെ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുവാൻ തൊക്കോണമിടയായി തീർന്നു. ആ സമയത്തൊക്കെയും കർത്താവിന്റെ ദാസന്റെ കൂടെ നിന്ന് പിൻപിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വേലയിൽ പ്രാർത്ഥിപ്പാനും അധ്വാനിപ്പാനും ഒക്കെയും എനിക്കും കർത്താവ് കൃപ ചെയ്തു. കുഞ്ഞുങ്ങളും അത്യാവശ്യം പാട്ട് പാടും, കൗൺസിലിങ്ങിന് കടന്നു പോകും, BBS പഠിപ്പിക്കും, ചൈൽഡ് ഇവാഞ്ചലിസം ചെയ്യും. ഇങ്ങനെയെല്ലാം കർത്താവിന്റെ വേലയിൽ അവരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദൈവാത്മാവ് ഇങ്ങനെ ഒരു വചനം എന്നോട് ഇടപെടുവാൻ തൊക്കണം ഇടയായി തീർന്നു. ആ വചനം എടുത്ത് ഞാൻ വായിക്കുവാണ്ടത് ഇടയായി തീർന്നു. ഞാൻ ഇത്തരത്തിലുള്ള ദുസ്സഹമായ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ പോയപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടായിരുന്നു. കർത്താവിന്റെ ആലോചന ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇത് ഏറ്റെടുത്ത് ഇത്രയും റിസ്ക് ഉള്ള ജോലിയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ മനസ്സും എടുത്തു. അപ്പൊ പിന്നെയും ചില ദുഃഖാനുഭവങ്ങൾ കടന്നു പോയപ്പോൾ കർത്താവിന്റെ ദാസൻ തീരുമാനിച്ചു, ഇനി മതി, സുവിശേഷ വേല മതി. ഏലിയാവ് പറഞ്ഞ പോലെ മതി, ഇനി എന്റെ പ്രാണനെ അങ്ങ് എടുത്തോളണമേ എന്ന് പറഞ്ഞതുപോലെ ഇനി സുവിശേഷ വേല വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനമെടുക്കുവാൻ അന്ന് രാത്രി ഞങ്ങളുടെ ഡയറക്ടർ സാറായ മൊബറ്റ് പാസ്റ്ററോടൊന്നും പറയാതെ ഞങ്ങള് ബാഗെല്ലാം പാക്ക് ചെയ്തു വെച്ചു.
ഇങ്ങനെ ഞങ്ങള് അന്ന് രാത്രി എല്ലാം പാക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ഇടുക്കി ജില്ലയിലേക്ക് പോകണം. ഈ വേല ഇത്ര ദുഷ്കരമായ ഒരു വേലയാണ്. ഇതിന്റെ പിന്നില് ഇത്തരമുള്ള പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. കർത്താവിന്റെ വേല മുമ്പോട്ട് ഞങ്ങൾക്ക് ചെയ്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞങ്ങളത് തിരിച്ചു പോരുവാനായിട്ട് ആഗ്രഹിച്ചു. അന്ന് രാത്രി 12 മണിയായപ്പോൾ ഒരു ശബ്ദം കർത്താവിന്റെ ദാസൻ കേൾക്കുവാനിടയായി തീർന്നു. മകനെ, ഇപ്പോൾ നീ പോയാൽ നീ പരാജയപ്പെട്ടു പോകും. നീ പിടിച്ചു നിന്നാൽ നിന്നെ ഞാൻ ദേശത്ത് മാനിക്കും എന്നൊരു ശബ്ദം കേട്ടു. ഇതാര് പറയുന്നത് എന്നറിഞ്ഞില്ല. പെട്ടെന്ന് രാത്രി കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റിരുന്നു, പ്രാർത്ഥിച്ചു. എന്തായാലും പിശാച് ഇങ്ങനെ പറയത്തില്ല. എന്നെ തട്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എന്നോട് വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്തു പറ്റി എന്ന് ചോദിച്ചു. എന്നാ എഴുന്നേക്ക്, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, നീ ആണ് ഇങ്ങനെ ഞങ്ങളോട് സംസാരിച്ചതെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ശുശ്രൂഷയുടെ ഒത്തിരി പ്രതിസന്ധികൾ കൂടെ ഞങ്ങൾ കടന്നുപോയെങ്കിലും ദൈവമായ കർത്താവ് അവിടെ വെച്ച് ഞങ്ങളെ മാനിച്ചു. ഒത്തിരി ആത്മാക്കളെ തന്നു. ആ ദൈവസഭ പണിത് പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. ദൈവിക ശുശ്രൂഷയിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ദൈവാത്മാവ് ആലോചന തരുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഒരു മീറ്റിംഗിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തരുവാൻ തക്കോണം ഇടയായി. അതുവരെ ദൈവവചനം ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല, സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം ശുശ്രൂഷിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവവചനത്തിൽ എന്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവവചനം തുറന്നപ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എന്നോട് ഇടപെട്ടു. അതിൽ 10-ാമത്തെ വാക്യമാണ് ഞാൻ ആദ്യമായി വായിക്കുവാനിടയായി തീർന്നത്. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു എന്ന് വായിക്കുവാനിടയായി തീർന്നു. എനിക്കതൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ആ അധ്യായം മുഴുവൻ വായിച്ചപ്പോൾ 7-ാം വാക്യം മുതൽ 1 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ പെട്ടകം മടക്കിക്കൊണ്ടുവരുന്ന അനുഭവത്തെയാണ് അവിടെ കാണുവാനിടയാക്കി തീർത്തത്. ആ പെട്ടകം തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ 7-ാം വാക്യത്തില്, ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി മുഖം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കിക്കൊണ്ടു പോകുവീൻ. അതിനുശേഷം കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്നിട്ട് അവരുടെ കുട്ടികളെ വീട്ടിൽ ഇട്ട് അടച്ചിട്ട് വന്ന് ആ കറവുള്ള പശുക്കളുടെ മീതെ ആ പുതിയ വണ്ടി കെട്ടിവെച്ചിട്ട് അതിന്റെ പുറത്ത് പെട്ടകം, ദൈവ സാന്നിധ്യമാകുന്ന പെട്ടകം വെച്ച് ഈ കറവുള്ള പശുക്കള് ഈ പെട്ടകം വലിച്ചുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ അവ കരഞ്ഞും കൊണ്ട്, അതിന്റെ 12-ാം വാക്യത്തില്, ആ പശുക്കൾ നേരെ ബേത്ത്ശേമേസിലേക്കുള്ള വഴിക്ക് പോയി അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. അപ്പൊ അവരുടെ മുതുകത്തിരിക്കുന്ന വണ്ടിയില് ദൈവ സാന്നിധ്യമാകുന്ന പെട്ടകം, മുൻപൊക്കെ പഴയ നിയമ കാലങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ പ്രത്യേകമായ സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അന്നൊക്കെ പെട്ടകത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ഇന്ന് നമുക്ക് കൂടി വരുന്നവരുടെ നടുവിലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. 2-3 പേർ ദൈവനാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. അന്നൊക്കെ ദൈവം കൽപ്പിക്കുന്ന സ്ഥാനത്താണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നത്. അപ്പൊ പെട്ടകത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഈ ദൈവ സാന്നിധ്യമാകുന്ന പെട്ടകം വഹിച്ചുകൊണ്ട് പോകുവാൻ തിരഞ്ഞെടുത്ത 2 പശുക്കള്, കറവുള്ള 2 പെൺപശുക്കളെ, അവരുടെ കുട്ടികളെ, കിടാങ്ങളെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, അവരെ വീട്ടിലിട്ടിട്ട് ഇവര് ഈ പശുക്കൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ അവർ ഓടിപ്പോയി. ഈ മിണ്ടാപ്രാണികൾക്ക് അറിയാമായിരുന്നു ഇവരുടെ പുറത്തിരിക്കുന്ന ഈ പേടകത്തിനകത്ത് ദൈവ സാന്നിധ്യം, വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അത് ഞങ്ങൾ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കണം എന്നുള്ളൊരു ദൗത്യം ഈ പശുക്കൾ ഏറ്റെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ആ പശുക്കൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ കരഞ്ഞുകൊണ്ട്, കാരണം തങ്ങളുടെ കുട്ടികൾ അവിടെ കിടക്കുകയാണ്, പാല് കുടിക്കുന്ന കുട്ടികൾ അവിടെ കിടക്കുകയാണ്. ഈ പശുക്കൾ ഈ പെട്ടകവുമായിട്ട് ആ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടുകയാണ്. അതിന്റെ 14-ാം വാക്യത്തില്, അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു എന്ന് വായിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അവിടെ ഈ കറവുള്ള പശുക്കള് തങ്ങളുടെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് ദൈവ സാന്നിധ്യം
മുതുകിലേറ്റിക്കൊണ്ട് ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ കരഞ്ഞും കൊണ്ട് ആ പെട്ടകം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചേർത്ത് ദൈവത്തിന് വേണ്ടി യാഗമായി തീരുന്ന ഒരനുഭവം. ഇത് സംസാരിക്കാൻ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ആദ്യമായിട്ട് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുകയാണ്. ഞാൻ ഈ വചനം സംസാരിച്ചു. ധാരാളം സഹോദരിമാര് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന സംഘടനയിൽ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. വളരെ ആത്മസാന്നിധ്യം അവിടെ ഉണ്ടായി. അനേക സഹോദരിമാര് വളരെ നേരം ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നു. അവരെല്ലാം അന്ന് പകൽ ഒരു തീരുമാനമെടുത്തു. ഈ മിണ്ടാപ്രാണികളായ ഈ പശുക്കൾ തങ്ങളുടെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ദൈവമേൽപ്പിച്ച ദൗത്യം കൊണ്ടെത്തിക്കുവാൻ തക്കോണം അവർ ഏറ്റെടുത്ത ആ റിസ്ക് അന്ന് പല സഹോദരിമാരും ഏറ്റെടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ദൈവാത്മാവ് എന്നിലൂടെ ആ വചനം സംസാരിച്ചതിന് ശേഷം ഞാനും ഒരു തീരുമാനമെടുത്ത്, കർത്താവേ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം ശോധനകൾ വന്നാലും എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുള്ളതോ ഞാനൊരു അധ്യാപികയായിട്ട് ഇപ്പോഴും ജോലി ചെയ്യുന്നതോ എന്റെ വീട്ടുകാരി നോക്കുന്നതോ ഒന്നും ശുശ്രൂഷയ്ക്കോ സുവിശേഷ വേലയ്ക്കോ ഒരു തടസ്സമല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ആവോളം ചെയ്തോളാം എന്നൊരു തീരുമാനം ദൈവസന്നിധാനത്തിൽ എടുക്കുവാനിടയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ കർത്താവിന്റെ ദാസനോടൊപ്പം അയക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടും അതുപോലെ വർഷിപ്പ് ചെയ്യാനായിട്ടും ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അതുപോലെ കോൺഫറൻസുകളും സെമിനാറുകളും കൗൺസിലിംഗ് ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ച് അതുപോലെ തന്നെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉച്ചക്കടയിൽ നിന്ന് ഞങ്ങൾ പ്രാവച്ചമ്പലത്തേക്ക് വരുന്ന ആ വീട് വാടകയ്ക്കെടുക്കുന്ന അനുഭവം ഞാൻ പറഞ്ഞല്ലോ. വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഇവിടെ വന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ ആരാധന ഞങ്ങൾ ഇവിടെ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ചിന്തിച്ചതായ ഒരു കാര്യം, കർത്താവെ തെറ്റിപ്പോയോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ 2020 മാർച്ച് 1-ാം തീയതിയാണ് ഈ ഭവനത്തിൽ വന്ന്, ഇപ്പോൾ ഞങ്ങൾ റെന്റിനാണ് ഈ ഭവനത്തിൽ താമസിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങള് വീടെടുത്ത് താമസിക്കുവാൻ ആരംഭിച്ചത്. ഞങ്ങളുടെ പഴയ സഭയിലുണ്ടായിരുന്ന ദൈവമക്കളെല്ലാം വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ യാത്രയാക്കി ഇവിടെ കൊണ്ടുവന്ന് ആക്കുവാൻ തക്കോണം ഇവിടെയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിറ്റേ ആഴ്ച ആയപ്പോൾ കോവിഡിന്റെ 1ാമത്തെ ലോക്ക്ഡൌൺ വരുവാനിടയായി തീർന്നു. വളരെ ഭാരത്തോടുകൂടെ ഞങ്ങൾ ആ ദൈവത്തിനെ ചിന്തിച്ചു, കർത്താവെ, തീരുമാനം തെറ്റിപ്പോയോ എന്ന് ചിന്തിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. തീരുമാനം തെറ്റിപ്പോയോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് സഭ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവസഭ ഒന്നുമില്ല. ഈ വീടിൽ വാടകയൊക്കെ എടുത്ത് ഞങ്ങള് മാത്രമേ ഉള്ളൂ. ലോക്ക്ഡൌൺ ആണ്. അയൽവക്കക്കാരുമായിട്ട് പരിചയപ്പെടാനോ ആൾക്കാരുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യുവാനോ ഒരിടത്തേക്ക് പോയി സുവിശേഷ വേല പ്രവർത്തിക്കുവാനോ ഒന്നിനും കഴിയാതെ ഞങ്ങള് ഭാരത്തോടുകൂടെ ആയിരുന്നു. എന്ത് ചെയ്യും എന്ന് ഉണ്ടായിരുന്ന സഭയും ഞങ്ങൾ വിട്ടു. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയുമില്ല. ഇങ്ങനെ ഞങ്ങൾ ഭാരത്തോടുകൂടെ ഇവിടെ ഞങ്ങൾ ആയിരിക്കുവാനിടയായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഞങ്ങൾക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ ലഭിക്കുവാൻ തൊക്കെ നമ്മുടെ വർഷിപ്പ് ചെയ്യാനായിട്ട്. ഇളയ കുഞ്ഞിന് വർഷിപ്പ് ചെയ്യുകയും ആ 2 മാസം കഴിഞ്ഞ മൂത്ത കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞ മൂത്ത കുഞ്ഞ് അവളുടെ ഭർത്തൃഗൃഹത്തിലായി. ഞങ്ങൾ 3 പേരും മാത്രമായി ഇവിടെ ആയിരിക്കുന്നു. അപ്പൊ ഇളയ കുഞ്ഞിനെ ചില സഭകളിൽ നിന്ന് ഓൺലൈനിൽ വർഷിപ്പ് ചെയ്യാനായിട്ടൊക്കെ ക്ഷണിക്കുവാനായിട്ട് ചെറിയ മെസ്സേജുകൾ കൊടുക്കാനൊക്കെ ക്ഷണിക്കുവാനായിട്ട് തീർന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു വരുമാന മാർഗം മുൻപിലില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു 10 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എങ്ങനെ മുൻപോട്ട് പോകും? കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങൾ തീരുമാനമെടുത്ത് ഇങ്ങോട്ട് വന്നു. തെറ്റിപ്പോയോ ദൈവമേ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. സഭയില്ല, വിശ്വാസികളില്ല, നന്മകളില്ല, ജോലിയില്ല. അങ്ങനെ ഭാരപ്പെട്ടു. ഒരു കവർ പാല് വാങ്ങുവാൻ പോലും കഴിയാതെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. വാടക ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുക്കും. അതുകൊണ്ട് വാടക മുടക്കമില്ലാതെ കൊടുത്തുപോയി. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ഇളയ കുഞ്ഞിനോട് അമേരിക്കയിലുള്ള ഒരു ചർച്ചിൽ നിന്ന് ഒരു ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ആരാധന, ഇവിടുത്തെ ഇന്ത്യൻ സമയം രാത്രിയാണ്, 7:30 സമയത്താണ്, അവിടെ പകലാണ്. അപ്പൊ ഒരു ആരാധനയ്ക്ക് ഒരു വർഷിപ്പ് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രിയ പൈതല് ഒരു വർഷിപ്പും ഒരു മെസ്സേജും യൂത്തിന് വേണ്ടിയിട്ട് ആ സഭ ആരാധനയിൽ വർഷിപ്പ് ചെയ്ത് കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ആ വർഷിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ആ കർത്തൃദാസൻ വിളിച്ചിട്ട് പറഞ്ഞു,
ദൈവദാസനെ കുഞ്ഞിന്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു. ദേവദാസിന്റെ അക്കൗണ്ട് ഒന്ന് തരുമോ, അക്കൗണ്ട് നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കർത്താവിന്റെ ദാസൻ അക്കൗണ്ട് നമ്പർ കൊടുത്തു. ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ആ ദേവദാസൻ ഇട്ട് തരുവാൻ തക്കോണം ഇവിടെ. ആ മാസത്തെ ഞങ്ങളുടെ ചെലവിന് ആ പണം ധാരാളമായിരുന്നു. ഞങ്ങൾ വരുന്ന വരുമാനം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ധാരാളമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് ഓൺലൈനിൽ വർഷിപ്പ് ചെയ്യുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടി. കർത്താവിന്റെ ദാസന് മെസ്സേജ് പറയുവാനായിട്ട് ധാരാളം അവസരങ്ങൾ കിട്ടി. എനിക്ക് മെസ്സേജ് പറയുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടി. അങ്ങനെ ഓൺലൈനിലായിട്ട് ഞങ്ങൾക്ക് ധാരാളം മീറ്റിങ്ങുകൾ നടത്തി. ഇങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ അല്പസൗണ്ട് സിസ്റ്റവും ഇതെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ വച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ആരാധനയുടെ ശബ്ദം അല്പം പുറത്തോട്ട് വെളിയിലോട്ട് വന്നപ്പോൾ സമീപത്ത് നിന്ന് ഒരു സഹോദരി മതിലിൽ കൂടെ ഇപ്പുറത്തേക്ക് എത്തി നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ നല്ല പാട്ട് കേൾക്കുന്നല്ലോ. അന്നേരം കോവിഡ് സമയമാണ്, അയൽവക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല, എല്ലാവരും മാസ്ക് വെച്ച് നടക്കുന്നു, ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്താണ് ഈ സംഭവം. ആ സഹോദരിയോട് ചോദിച്ചു, നല്ല പാട്ട് കേൾക്കുന്നല്ലോ, ഞങ്ങളും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോ എനിക്കത് വളരെ സന്തോഷമായി. അപ്പൊ കോവിഡ് ഒന്നും നമ്മൾക്ക് കർത്താവല്ലേ നമ്മളെ സൂക്ഷിക്കുന്ന പരിപാടി. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ സഹോദരി ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് കടന്നു വന്നു. അവരോട് ചേർന്ന് അവരുടെ സഹോദരനും, അങ്ങനെ 2 പേര് ആരാധനയ്ക്ക് കടന്നു. അപ്പൊ ഞങ്ങൾ 3 പേരുടെ കൂടെ 2 പേരായി 5 പേരായിട്ട് ഞങ്ങൾ ഞായറാഴ്ച ഇങ്ങനെ ആരാധന നടത്തുവാണ്ട് ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് കിട്ടും. അല്ലാതെ ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന ചെറുതായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിൽ അധ്യാപികയായിട്ടാണ്. എൻ്റെ സ്കൂളില് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനത്തില് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു സഹോദരൻ എന്നോട് വന്ന് സംസാരിച്ചു. അന്നേരം ഞാൻ 10-15 വർഷം കൊണ്ട് ആ സഹോദരനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നാൽ ആ സഹോദരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു പാസ്റ്ററെ സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഞങ്ങൾക്കൊരു ഇടയനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രദർ ഹിന്ദു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഹിന്ദു ആയിരുന്നു, ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വളരെ ദൂരെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ പഴയ ചർച്ചില് അങ്ങോട്ട് അവിടുത്തെ ദേവദാസനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. എന്നാൽ എന്തോ കാരണവശാല് ആ ദേവദാസനെ കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ഈ സഹോദരനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ ആ ചർച്ചിൽ പോയോ, സംസാരിച്ചോ? ഇല്ലേ എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതില്ല, എന്താണ് അവരുടെ പ്രാർത്ഥനാ വിഷയം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു ഇടയനെ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. വേറെ അവരുടെ ഡീറ്റെയിൽസോ അവരുടെ ചരിത്രമോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പാസ്റ്ററുടെ കയ്യിൽ ഞാൻ കൊടുക്കാം, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെയുള്ള ഞങ്ങള് ഇവിടുത്തെ കർത്താവിന്റെ ദാസൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോൺ കൊടുത്തു. ഇന്നതുപോലെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബ്രദറാണ്, ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് കർത്താവിന്റെ ദാസനോട് ഫോൺ വാങ്ങിച്ചിട്ട് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയില് ചില പൈശാചിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ബ്രദർ പറഞ്ഞു, അതറിയാനാണ് പാസ്റ്റർ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അന്നൊരു ശനിയാഴ്ചയാണ്. അതിന്റെ പിറ്റേ ദിവസം ഞായറാഴ്ച മറ്റേ 2 പ്രിയപ്പെട്ടവരും ആരാധനയ്ക്ക് വരുന്നു. കോവിഡ് സമയത്താണ്. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ നാളെ അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് വെച്ചു. അപ്പോൾ പാസ്റ്ററും പറഞ്ഞു, ഞങ്ങൾ ഇച്ചിരി ദൂരെയാണ് താമസിക്കുന്നത്, ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഓട്ടോ ഉണ്ട്, ഞങ്ങൾ വന്നോളാം. അങ്ങനെ ആ പ്രിയപ്പെട്ടവര് ഓട്ടോയില് ഒരു 7 പേര് പിറ്റേ ദിവസം ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. അപ്പം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും, ഭാര്യയുടെ ചേച്ചിയും അവിടെ 2 മക്കളും കടന്നു വന്നു. അങ്ങനെ അവരിവിടെ വന്നിട്ട് ആരാധനയ്ക്കായിട്ട് വന്നു. അന്ന് ഞങ്ങള് ഔദ്യോഗികമായിട്ട് ഇവിടെ ആരാധന സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആരാധന സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഈ സൗണ്ട് സിസ്റ്റം എല്ലാം വെച്ച് പാടി പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങിയ സമയത്ത് ഈ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ സഹോദരിയുടെ തലമേൽ കർത്താവിന്റെ ദാസൻ ഒന്ന് കൈവച്ചു. അപ്പോൾ തന്നെ സഹോദരി തറയിൽ വീണ് ഉരുണ്ട് ഒരു പൈശാചിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു തന്നിൽ, അത് വിട്ടുമാറുവാനിടയായി തീർന്നു. അങ്ങനെ അവർക്ക് പൂർണ്ണമായ വിശ്വാസമായി. അങ്ങനെ അവർ ആരാധനയ്ക്കായിട്ട് ഇവിടെ കടന്നു വരുവാനിടയായി, താനും തന്റെ ചേച്ചിയും കുടുംബവും, അങ്ങനെ 2 കുടുംബം ആദ്യമായിട്ട് ഇവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വരുവാൻ തൊക്കോണം ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ആരാധന ആരംഭിച്ചു. പിന്നെ
ആരെയും ഞങ്ങൾ ഒരു വീട്ടിലും പോയി ക്ഷണിച്ചില്ല. ദൈവം കണ്ടിരുന്നത് കൊണ്ട് ഓരോരുത്തരായിട്ട് കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഈ വിടുതൽ പ്രാപിച്ച ഈ സഹോദരിയുടെ ചേച്ചിയും തന്റെ 2 കുഞ്ഞുങ്ങളുമാണ് ആരാധനയ്ക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സഹോദരിയുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പാസ്റ്ററോട്, അതുവരെ വേറൊരു വീട്ടിലും പോയില്ല, ഞങ്ങൾ ഈ സഹോദരിയോട് പറഞ്ഞു ഞങ്ങൾ ആ വീട്ടിലൊന്ന് വരട്ടെ, വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരി പറഞ്ഞു, അയ്യോ ഒരു കാരണവശാലും വരല്ലോ പാസ്റ്റർ, ഞങ്ങളുടെ ചേട്ടൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്, എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ പ്രാർത്ഥനയൊന്നും ഇഷ്ടമില്ല, വീട്ടിൽ വന്നാൽ അദ്ദേഹം ചീത്ത പറഞ്ഞു ഓടിക്കും, വരരുത്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, അത് കാണാൻ എനിക്കും പറ്റില്ല, നിങ്ങൾ വരരുതെന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമല്ല, ഞങ്ങൾ അവിടെ വന്ന് സഹോദരനോട് വളരെ സൗമ്യമായിട്ട് സംസാരിച്ചോളാം, നിങ്ങൾ വീട്ടിൽ വരാനായിട്ട് എന്ന് പറ്റുമെന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം വരാൻ പറഞ്ഞു. ഞങ്ങൾ ആ ദിവസം പോകാനായിട്ട് തയ്യാറ് ചെയ്തു. ഇവിടെ നിന്ന് ഞാനും കർത്താവിന്റെ ദാസനും പോകാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര തടസ്സം എന്ന് പറഞ്ഞാൽ ഇടിയും വെട്ടി ഞങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത രീതിയിൽ ഭയങ്കരമായ മഴ ഒരു തടസ്സമായിട്ടുണ്ടായി. എന്നാല് കർത്താവ് ഞങ്ങൾക്കൊരു വാഹനം തന്നിട്ടുണ്ട്. അന്ന് അപകടത്തിൽപ്പെട്ട ആ കാറ് കൊടുത്തിട്ട് പുതിയൊരു കാറ് ഞങ്ങൾ വാങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു വാഹനം ദൈവം തന്നിട്ടുണ്ട്. CC ഇട്ട് ഞങ്ങൾ വാഹനം എടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഈ വാഹനത്തിൽ ഞങ്ങള് മഴയായതുകൊണ്ട് ആ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. അങ്ങനെ പോണ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് വരണമെന്ന് സഹോദരി പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്നിട്ട് ഈ സഹോദരിയുടെ മക്കളെയോ ആണ് ഞങ്ങൾ തിരയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഞങ്ങളുടെ വാഹനത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് കാറിന്റെ ചില്ലിൽ മുട്ടിയിട്ട് ഒരാള് ചോദിച്ചു, ഷാജി പാസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നാ ഈ ഓട്ടോയുടെ പുറകെ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ ഓട്ടോയുടെ പുറകെ വാഹനം പോയി. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് ആ വീട്ടിലേക്ക് കയറി. ഒരു വലിയ വീടാണ്. ആ വീട്ടിലോട്ട് കയറിപ്പോയി. ഞങ്ങളും വാഹനം വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ഇതാരാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഈ സഹോദരി ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് ഈ മനസ്സിലായത്. ഈ സഹോദരി ഞങ്ങളോട് പറഞ്ഞു, അയ്യോ പാസ്റ്റർ വീട്ടിൽ വരരുത്, നിങ്ങൾ വീട്ടിൽ വന്നാൽ എന്റെ ചേട്ടൻ നിങ്ങളെ ചീത്ത പറഞ്ഞു ഓടിക്കും, നിങ്ങളെ അടിക്കും, ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ തന്റെ ഭർത്താവാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആ ജംഗ്ഷനിൽ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കാണുവാനും സംസാരിക്കാനും ഒക്കെ ഇടയായി തീർന്നു. അന്ന് രാത്രി കുറച്ചു സമയം സംസാരിച്ചിട്ട് പാസ്റ്റർ വചനം അവിടെ പറഞ്ഞു, പത്രോസിന്റെ പടകില് മീൻ കയറിയ അനുഭവം, നാഥ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആ അനുഭവം കർത്താവിന്റെ ദാസൻ അവിടെ ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കടന്നു പോന്നു. പിറ്റേ ഞായറാഴ്ച ആ സഹോദരിയും കുഞ്ഞുങ്ങളും ആരാധനയ്ക്ക് വന്ന കൂടെ ആ സഹോദരനും കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. കടന്നു വന്നിട്ട് തനിക്ക് സാക്ഷ്യം പറയാനൊന്നും അറിയത്തില്ല, എങ്കിലും താൻ എഴുന്നേറ്റ് വന്ന് ഒരു വാക്ക് പറഞ്ഞു. ഒത്തിരി പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ഈ പാസ്റ്റർ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ പ്രത്യേകത തോന്നി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കും തർക്കുത്തരങ്ങൾക്കും എല്ലാം വളരെ സൗമ്യനായി മറുപടി പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടു എന്ന് പറയുവാൻ ഒത്തിരി പേരുണ്ടായിരിക്കാം. എന്നാൽ അദ്ദേഹം ഇടപെട്ട ആളുകളിൽ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഒത്തിരി പേരങ്ങനെ ഉണ്ടായിരിക്കാം. അങ്ങനെ പറയുവാനിടയായിരുന്നു. അതിനുശേഷം എല്ലാ ആരാധനയിലും അദ്ദേഹം സംബന്ധിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ആരാധനയിൽ കുറച്ചു നാൾ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. സ്നാനം ഇവിടെ കൊടുക്കുന്നെങ്കിൽ സ്നാനത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ വളരെ വ്യക്തമായി ക്ലാസ് കൊടുത്തതിന് ശേഷം മാത്രമേ സ്നാനം കൊടുക്കത്തുള്ളൂ. ആർക്കായിരുന്നു എന്ന് പറഞ്ഞാലും സ്നാനം എന്തിനു വേണ്ടി, സ്നാനം എങ്ങനെയായിരിക്കണം, സ്നാനം ആർക്കാണ്, ആര് സ്നാനപ്പെടണം, എങ്ങനെയുള്ളവരാണ് സ്നാനപ്പെടേണ്ടത്, ഏത് തരത്തിലാണ് സ്നാനപ്പെടേണ്ടത്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമോ അതോ തളിച്ച് സ്നാനപ്പെടണമോ, ഇത് ഏതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഒരു ദിവസം മുഴുവൻ ക്ലാസ് കൊടുത്ത് 2-3 മണിക്കൂർ അവർക്കൊരു ക്ലാസ് കൊടുത്ത് വചനത്തിന്റെ അടിസ്ഥാന തെളിവുകളോട് കൂടെ ക്ലാസ് കൊടുത്തതിന് ശേഷം മാത്രമേ സ്നാനപ്പെടുത്തത്തുള്ളൂ. അങ്ങനെ ക്ലാസ് കൊടുത്തിട്ട് സ്നാനപ്പെടാനായിട്ട് 5 പേര് തയ്യാറായി. 6 പേരെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഇവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ഈ സഹോദരൻ ഉൾപ്പെടെ 6 പേരെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളോട് കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നെങ്കിലും ഈ സ്നാനപ്പെടുന്നുള്ള തീരുമാനം ഏതോ ഒരു കൂട്ടുകാരനുമായിട്ട് താൻ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം മറ്റൊരു ദുരുപദേശ ഒരു കൾട്ട് സഭയുടെ കൂടെ പോകുന്ന ഒരു കൂട്ടുകാരനായിരുന്നു തനിക്കുണ്ടായിരുന്നത്.
ആ കൂട്ടുകാരൻ ഉടനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു, അങ്ങനെയൊന്നും പോയി നീ സ്നാനപ്പെട്ട് കളയരുത്. വേദപുസ്തകത്തിൽ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാനിപ്പോ സ്നാനപ്പെടുന്നില്ല, ഞാനിതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഈ സഹോദരനോട് പ്രാർത്ഥിച്ചു. അതെ, നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി, ഇത് നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ദൈവവചനത്തിൽ പക്ഷെ പറയുന്നത് ഞങ്ങൾ പറയും. ദൈവവചനത്തിൽ പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഇങ്ങനെ എന്റെ കൽപ്പന നിങ്ങൾ ചെയ്യണമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ കൽപ്പനയും യേശു കാണിച്ചു തന്ന മാതൃകയുമാണ് സ്നാനം എന്ന് പറയുന്നത്. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷേകം പ്രാപിച്ച അഭിഷക്തന്റെ കൈക്കീഴിൽ വേണം സ്നാനപ്പെടുവാൻ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമോ അന്ന് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സഹോദരനെ വിട്ടയച്ചു. അങ്ങനെ ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. എന്നിട്ട് പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ സ്നാനമാണ്. സ്നാനക്കടവിലേക്ക് ഞങ്ങൾ ഈ സൗഖ്യം പ്രാപിച്ച, പൈശാചിക ബന്ധങ്ങളിൽ സൗഖ്യം പ്രാപിച്ച ഈ സഹോദരിയുടെ വീട്ടുമുറ്റത്ത് മനോഹരമായ ഒരു സ്നാനത്തൊട്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് ഞങ്ങൾ സ്നാനത്തിന് കൊണ്ടുപോയി. 5 പേര് സ്നാനത്തിനായിട്ട് ഇറങ്ങി നിന്നു. സ്നാനക്കടവിലേക്ക് ഇറങ്ങി നിന്നു. അനുഗ്രഹിക്കപ്പെട്ട സ്നാനത്തിനുള്ള മുൻകൂർ നമ്മൾ പാടുന്ന പാട്ടുകൾ മനോഹരമായ രീതിയിൽ പാടി. പാട്ടെല്ലാം കഴിഞ്ഞു. 5 പേരും സ്നാനപ്പെട്ട് തന്റെ ഭാര്യയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. ഒരു ജോഡി ഡ്രസ്സ് ആ ഭാര്യ എക്സ്ട്രാ എടുത്തിരുന്നു, ഭർത്താവ് പോലും അറിയാതെ. 5 പേര് സ്നാനപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ സ്നാപകനായ വ്യക്തി, ആ പാസ്റ്റർ, ആ സ്നാനക്കടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കയറുവാനായിട്ട് 5 പേരും സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ 6ാമതായിട്ട് ഞാനിപ്പോ സ്നാനപ്പെടുന്നില്ല, ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ഈ സഹോദരൻ പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന വാച്ചും മൊബൈലും തന്റെ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഓടി സ്നാനത്തൊട്ടിയിലേക്ക് ഇറങ്ങുവാൻ തക്കോണം ഇടയാത്തിരുന്നു. വലിയൊരു അത്ഭുതത്തോടെ നടക്കുവാൻ തക്കോണം ഇടയാത്തിരുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ആ കടവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ദൈവജനമെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ശക്തിയാല് എല്ലാവരും അന്യഭാഷകളെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം ഇടയാത്തിരുന്നു. പലരും ഇന്ന് അന്യഭാഷകളെയൊക്കെ കളിയാക്കി പറയുന്നുണ്ട്. ഇത് ആർക്കും അങ്ങനെ സ്വമേധയാ ചുമ്മാ പറയാൻ പറ്റുന്ന കാര്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കൊടുത്തെങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ബന്ധമാണ്, ആ ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ആ അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ കൂടിയിരുന്ന ദൈവജനങ്ങളെ പുതുതായിട്ട് ചിലർ അഭിഷേകം പ്രാപിച്ചു, ചിലർ അന്യഭാഷകളെ സംസാരിച്ചു. വലിയൊരു ആത്മസാന്നിധ്യം അവിടെ ഒഴുകുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ താൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി ആയിട്ട് താൻ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൃപയാല് അന്ന് ആ 2 കുടുംബങ്ങളെ കൊണ്ട് തുടങ്ങിയതായ ഈ ആരാധന ഇന്നും ഞങ്ങൾ താമസിക്കുന്ന വാടക ഭവനത്തിലാണ് ഇന്നും ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃപയാല് ഈ 3 വർഷം കൊണ്ട് 15 കുടുംബങ്ങളെ കർത്താവ് ഇവിടെ തന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ വേല ഈ ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് വിടുവിച്ചു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അത്ഭുതകരമായിട്ട് നിർത്തിയിരിക്കുന്നു. എനിക്ക് ഒരു മകനെ കൂടെ കർത്താവ്, 2 പെൺകുട്ടികളാണ് ഉള്ളത്, ഒരു മരുമകനെ കൂടെ കർത്താവ് തന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കർത്താവിന്റെ വേലയില് ദൈവവചന ശുശ്രൂഷയും അതുപോലെ മ്യൂസിക് മിനിസ്ട്രിയിൽ വർഷിപ്പും ചെയ്തും ഒക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെയും കൗൺസിലിങ്ങിനായിട്ടും അതുപോലെ സെമിനാറുകളിൽ സംസാരിക്കുവാനായിട്ടും വർഷിപ്പ് നടത്തുവാനൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്ത് അരിക്കടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായിട്ടായിരിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവും ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നു. അനേകർ ഇവിടെ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ നാമത്തെ സന്തോഷത്തോടുകൂടെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ആരാധന കരയേറ്റുകയും ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ 1 മണി വരെ ആണ് ഇവിടുത്തെ ആരാധനാ സമയം. ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഈ ദേശത്ത് കർത്താവിനെ ആരാധിക്കേണ്ടതിന് ആലയം വയ്ക്കുവാനായിട്ട് അല്പം സ്ഥലവും ഒരു ആരാധനാലയം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വാടക ഭവനത്തില് കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം പേർ കടന്നു വന്ന്
പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്നു, പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒത്തിരി വിടുതൽ കർത്താവ് ചെയ്യുന്നു. ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടിയങ്ങളെയും കർത്താവിടെ കൃപയാൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും സമയം സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും സമയം സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസി പ്രിയ ജോയ് സിസ്റ്ററോടും തന്റെ ചാനലിനോടുമുള്ള നന്ദിയും വന്ദനവും ഞാൻ രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസിയെ കുടുംബമായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, അവരുടെ ശുശ്രൂഷകളെ മാനിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധന്യമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദേവദാസി എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ദേവദാസിക്ക് കർത്താവ് ഉണ്ടാക്കി തന്നതാണ്. വലിയ അപകടത്തിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവുള്ളവരെയും കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇനിയും കർത്താവ് ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിന്റെ വേല ചെയ്തെടുക്കുവാൻ തക്കവണ്ണം കുടുംബമായി നിങ്ങളെയും സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയം ചെലവഴിപ്പാൻ കാണിച്ച മനസ്സിനും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവദാസി പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയമായ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുപാദപീഠത്തിൽ കടന്നു വരുവാനും കർത്താവെ അങ്ങ് ജീവിതത്തിൽ ചെയ്ത സകല അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവെ പറയുവാനും ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് സംസാരിപ്പാനും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും ശത്രു കണിവെച്ച സാഹചര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം വിടുവിച്ച് ഞങ്ങളെ നിലനിർത്തി കർത്താവെ അങ്ങയുടെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുപ്പാൻ ഭാഗ്യം തന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാവേളയിൽ കർത്താവെ അടിയങ്ങളുടെ സാക്ഷ്യം പറയുവാൻ തൊക്കോണം കർത്താവെ ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർത്തല്ലോ. പിന്നെയും അടിയങ്ങളെ കുടുംബമായ ദൈവസന്നിധാനത്തിൽ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. കർത്താവ് പിന്നെയും കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി തരണമേ. ഇവിടെ ആയിരിക്കും ദൈവിക വേലയെ കർത്താവ് വർദ്ധിപ്പിക്കണമേ. ഇവിടെ കടന്നു വരുന്ന ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവർക്ക് ഇരട്ടി നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും നൽകിക്കൊടുത്ത് കർത്താവ് ദേശത്ത് മാനിക്കണമേ. കർത്താവെ അനേകരുടെ വിടുതലിനും കർത്താവ് ഉയർച്ചയ്ക്കും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവെ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ള വചനപ്രകാരം കർത്താവെ ഹല്ലേലൂയ സത്യാരാധന കണ്ടെത്തുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അനേകരെ ദൈവം ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ തൊക്കോണം കർത്താവെ ഹല്ലേലൂയ മുഖാന്തരമായി തീർന്ന പ്രിയ കർത്താവ് ജോയ് സിസ്റ്ററേയും തന്റെ ചാനലിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോയ് സിസ്റ്ററിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ധന്യമായി ധാരാളമായി അനുഗ്രഹിച്ച് കർത്താവ് കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ. കർത്താവെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവ എല്ലാറ്റിലും യഹോവ അവനെ വിടുവിക്കുന്നു. കർത്താവെ സ്തോത്രം. ഒരു കർത്താവ് ദൈവ പൈതലിന്റെ പ്രതിസന്ധികൾ ഉണ്ടായാലും അവനെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തൊക്കോണം ഇടയായി തീരണം. കർത്താവെ അതുപോലെ ദൗത്യ നിർവഹണത്തിനായിട്ട് കർത്താവെ ഹല്ലേലൂയ മിണ്ടാപ്രാണികളായ 2 പശുക്കൾ തീരുമാനമെടുത്തു എങ്കിൽ കർത്താവെ ബുദ്ധിയും ബോധവും തന്ന് മനനം ചെയ്യുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിവുള്ള മനുഷ്യൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എത്രത്തോളം ചുമൽ കൊടുക്കണം, കർത്താവെ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ഏത് പ്രകാരം കർത്താവിനെ സേവിക്കണം, ദൈവവചനം എന്തു പറയുന്നു, എഴുതപ്പെട്ട പ്രമാണമായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്ന ദൈവത്തിന്റെ വചനം എന്താണ് ഞങ്ങളോട് അനുശാസിക്കുന്നത്, അതിനനുസരിച്ച് ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുവാൻ കർത്താവെ അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഈ സാക്ഷ്യം കാരണമായി തീരുവാൻ ദൈവം പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമായ കർത്താവെ പിന്നെയും കർത്താവെ ഹല്ലേലൂയ ഈ
ചാനലുകളിൽ സാക്ഷ്യം പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഓരോ സാക്ഷ്യത്തെയും കർത്താവ് അനുഗ്രഹിക്കണം. ഒരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ സ്തോത്രം, ധാരാളം പേർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും പിന്നെയും അനുഗ്രഹിച്ചാട്ട കർത്താവെ. അവിടെ ചെയ്യുന്നതായ പ്രവർത്തികളെയും ദൈവിക ശുശ്രൂഷയും വേലയെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർ ഈ നാളുകൾ കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. സുവിശേഷത്തിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല. പിന്നെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനേകർ തീരുമാനം എടുക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് കൃപ ചെയ്യണമേ. മുള്ളിന് നേരെ ഉദയ്ക്കുന്ന നിനക്ക് വിഹിതമോ എന്ന് കർത്താവെ ശൗലിനോട് ചോദിച്ച് ശൗലിനെ പൗലോസാക്കിയ ദൈവ സാന്നിധ്യം ഈ നാളുകൾ ദൈവിക പ്രവർത്തിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരോട് ഇടപെട്ട് അവരെ ദൈവസ്നേഹത്തിൽ മാടി വിളിച്ച് കർത്താവെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവത്തിന് ചിലവിടുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങൾ ഞങ്ങളെ ഏവരെയും സമ്പൂർണമായി താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളെ ഇരുകൂട്ടരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ശ്രോതാക്കളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവെ ഹല്ലേലൂയ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവെ അങ്ങയുടെ പരസ്യ ശുശ്രൂഷ വേളയിൽ അനേകരെ തൊട്ട് സൗഖ്യമാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ദൈവം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി അങ്ങേ കർത്താവെ ഹല്ലേലൂയ ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വായി കൊണ്ട് ഏറ്റുപറയുന്ന ഏവനും രക്ഷിക്കപ്പെടുമല്ലോ. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവെ സ്തോത്രം. രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവെ ഹല്ലേലൂയ കർത്താവെ സ്തോത്രം ഇനിയൊരു ന്യായവിധി ഇല്ല എന്ന് കർത്താവ് ദൈവോദരൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കർത്താവെ ഹല്ലേലൂയ ഏകരക്ഷാ മാർഗമായ കർത്താവ് യേശു കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് നയിക്കാൻ നന്ദി. യേശു കർത്താവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ.